السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 103 ആയത്താണ് കംപ്ലീറ്റ് ചെയ്തത്. ഇൻഷാല്ലാ ഇന്ന് നമുക്ക് 104 105 കാണാം. ഒരു ഡിഫറെന്റ് സെറ്റ് ഓഫ് ടോപ്പിക്സ് ആണ് ഇൻഷാല്ലാ. 104 ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ നബിയോട് റായിന എന്ന് പറയരുത്, പകരം ഉൻദുർന എന്ന് പറയുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. വാക്കർത്ഥം നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു. യാ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ. ഹർഫുൻ നിദ എന്ന് പറയും. ആരെങ്കിലും വിളിക്കാൻ വേണ്ടി ഹേ അല്ലെങ്കിൽ ഓ എന്ന് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക്. ഇതിനകത്ത് അയ്യുഹ എന്ന് വരുന്നത് അതിന് ശേഷമുള്ള വാക്ക് അൽ വരുന്ന, അതായത് മാരിഫയായിട്ടുള്ള വാക്കാണെങ്കിൽ യാക്ക് ശേഷം അയ്യുഹ എന്ന് ആഡ് ചെയ്തിട്ടാണ് കാണാം. യാ അയ്യുഹന്നാസ്, അൽ പ്ലസ് നാസ് ആയിരുന്നു അവിടെ, അതുകൊണ്ട് യാ അയ്യുഹന്നാസ്. അല്ലാതെ ജസ്റ്റ് വിളിക്കാനാണെങ്കിൽ യാ മാത്രം മതി. യാക്ക് ശേഷം അൽ വരുന്ന മാരിഫയായിട്ടുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വാക്ക് വരുമ്പോഴാണ് അതിൻ്റെ അടുക്ക് അയ്യുഹ വരുന്നത്. ഓക്കെ, അപ്പൊ യാ അയ്യുഹ അല്ലദീന ആമനു. അല്ലദീന നമുക്കറിയാം യാതൊരുവർ, ആമനു അവർ വിശ്വസിച്ചു. അപ്പൊ ഹേ വിശ്വസിച്ചവരെ. ലാ തഖൂലു നിങ്ങൾ പറയരുത്. ലാ നോ നോട്ട്, തഖൂലു നിങ്ങൾ പറയുക. ഓക്കെ, ഇത് ആക്ച്വലി ഇത് കമാൻഡ് അമ്ര അല്ല, അല്ലെങ്കിൽ ഫേള അമ്ര അല്ല, ഇത് ശരിക്കും ഫേള മുദാരി തന്നെയാണ്. മുദാരിന്റെ വേറൊരു ഫോമാണ്. നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ജസ്റ്റ് മുദാരിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. മുദാരിയിൽ തന്നെ കുറച്ച് ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു പറയുന്നു എന്നുള്ളൂ, നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ടത്. മുദാരി അൽ മജ്സൂം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് മുദാരി ഉണ്ട്. അതായത് മുദാരിക്ക് മുമ്പ് ലാ ലം പോലെയുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ സാധാരണ മുദാരിയിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുള്ള ഒരു ഫോമാറ്റ് ഉണ്ട്. അതിനാണ് മുദാരി മജ്സൂം എന്ന് പറയുന്നത്. അപ്പൊ ഈ തഖൂലു എന്ന് പറയുന്നത് മുദാരി മജ്സൂമിൽ പെട്ടതാണ്. പഠിക്കേ വേണ്ട, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പം ലാ തഖൂലു നിങ്ങൾ പറയരുത്. റാഇന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പുതിയ വാക്കാണ്. റൂട്ട് റോ ഐൻ യ. ഓക്കെ, റായിന എന്ന് വെച്ചാൽ ഞങ്ങളിലേക്ക് നോക്ക്, ഞങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്ക്, ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറയുന്ന പോലെയുള്ള വാക്കാണ് റായിന. വഖൂലു ആൻഡ് ആണ്. കൂലു നിങ്ങൾ പറയുക. ഇവിടെ എന്താണ്, ഇത് കമാൻഡ് ആണ്. വഖൂലു എന്ന് പറയുന്നിടത്ത് കമാൻഡ് ആണ്. കുൽ നീ പറയുക, കുലു നിങ്ങൾ പറയുക. ഓക്കെ, നമ്മൾ ഫേൽ അമ്ര നമ്മൾ പഠിക്കും ഇൻഷാല്ലാ. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. എന്താ പറയണ്ടത്? ഉൻദുർന. റായിന എന്ന് പറയാതെ ഉൻദുർന നൂൻ ദോദറോ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഞങ്ങളിലേക്ക് നോക്കൂ. റായിന എന്ന് പറഞ്ഞാലും ഞങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അത് പറയരുത് ഉൻദുർന പറയണം എന്ന് പറയുന്നത് നമുക്ക് കാണാം ഇൻഷാല്ലാ. വസ്മഉ നിങ്ങൾ കേൾക്കുകയും ചെയ്യുക. സീൻ മീമായി. വലിൽ കാഫിരീന ആൻഡ് കാഫിർ സത്യനിഷേധി. കാഫിറിന്റെ പ്ലൂറൽ കാഫിറൂൻ കാഫിരീൻ. അപ്പോൾ വലിൽ കാഫിരീന സത്യനിഷേധികൾ കൊണ്ട് അദാബുൻ ശിക്ഷ, അലീമുൻ വേദനയേറിയത്. മുമ്പ് കണ്ടിട്ടുള്ള വാക്കുകളാണ് എല്ലാം തന്നെ. റായിന ഒഴികെ ബാക്കിയൊക്കെ നമുക്കറിയാവുന്ന വാക്കുകളാണ്. നമുക്ക് തഫ്സീർ നോക്കാം ഇൻഷാല്ലാ. അപ്പം യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ അല്ലെങ്കിൽ വിശ്വസിച്ചവരെ. ലാ തഖൂലു റായിന നിങ്ങൾ റായിന എന്ന് പറയരുത്. വഖൂലു പകരം നിങ്ങൾ എന്ത് പറയുക? ഉൻദുർന എന്ന് പറയുക. വസ്മഉ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക. വലിൽ കാഫിരീന അദാബുൻ അലീം സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ആയത്തിനകത്ത് സത്യവിശ്വാസികളുടെ അടുത്ത് നിങ്ങൾ ഒരു വാക്ക് ഉപയോഗിക്കരുത്, വേറൊരു വാക്ക്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇന്ന വാക്ക് ഉപയോഗിക്കരുത്,
പകരം വേറൊരു വാക്ക് ഉപയോഗിക്കാനാണ് പറയുന്നത്. വളരെ സിമ്പിൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ആയത്താണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലെ. നമുക്ക് കേൾക്കുമ്പോൾ ഇത് നമ്മളെയും ബാധിക്കുന്ന കാര്യമേ അല്ലാന്ന് തോന്നും അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നമ്മൾ സംസാരിക്കുന്നില്ല അല്ലെ. എന്നിട്ട് അതിന്റെ കൂടെ വലിൽ കാഫിരീന അദാബുൻ അലീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭയങ്കര സിമ്പിൾ ആണ്, ഇത് നമ്മൾക്ക് എന്താ ഇതിൽ നിന്നും ലെസൺ എടുക്കാനുള്ളതെന്നൊക്കെ തോന്നിയേക്കാം. സുബ്ഹാനല്ലാഹ്, ഇത്രയും കുഞ്ഞ ആയത്തിനകത്ത് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കമാൻഡ്, ഇതൊരു കൽപ്പനയാണല്ലോ അല്ലെ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ അല്ലെ. ഈ വിശ്വസിച്ചവരെ നമ്മൾ മുമ്പ് യാ അയ്യുഹന്നാസ് കണ്ടിട്ടുണ്ട് അല്ലെ. മനുഷ്യരുടെ അടുത്ത് മനുഷ്യരെ മൊത്തത്തിൽ അഡ്രസ് ചെയ്യുന്ന അല്ലെ 21-ാമത്തെ ആയത്തിൽ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലെ. നിങ്ങൾ മനുഷ്യരാശിയുടെ അടുത്ത് മൊത്തം പറയാണ് നിങ്ങൾ എന്ത് അള്ളാഹുവിനെ ആരാധിക്കുക. അവിടെ മൊത്തം ആൾക്കാരായിരുന്നു അഡ്രസ് ചെയ്തിരുന്നത് അല്ലെ. ഇവിടെ ആരാണ്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ. കാരണം അല്ലാഹു ഒരു കൽപ്പന കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൽപ്പന അള്ളാഹു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസികൾ മാത്രമേ ഒബേ ചെയ്യുള്ളൂ അല്ലെ. അല്ലാത്തവര് അതിനെ ഇഗ്നോർ ചെയ്യും. അപ്പം യാ അയ്യുഹ നമ്മൾ പറഞ്ഞു ഹർഫുൻ നിദ ആണ്. ഹേ എന്ന് പറഞ്ഞ് ആരെങ്കിലും തട്ടിമുട്ടി വിളിക്കുന്ന പോലെ അല്ലെ, വെറുതെ പറഞ്ഞു പോലെ പിടിച്ചു കുലുക്കി വിളിച്ചിട്ട് പറയാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു കൂട്ടരെ പ്രത്യേകം എടുത്തു പറഞ്ഞ് ഹേ എന്നൊക്കെ വിളിച്ച് കൈയൊക്കെ കൊട്ടി അവരെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അല്ലെ. നമ്മൾ പറയുന്ന കാര്യത്തിന് അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെങ്ങനെ പിടിച്ചു കുലുക്കിയിട്ട് എന്നൊക്കെ വിളിച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുക അല്ലെ. എന്തിനാ നമുക്ക് അവരുടെ അറ്റൻഷൻ കിട്ടുന്നത്? നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അവരതിനെ സീരിയസ് ആക്കി എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ പിടിച്ചു കുലുക്കി വിളിച്ച് സംസാരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു അല്ലേ, ഹേ സത്യവിശ്വാസികളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിളിക്കുന്നുണ്ടെങ്കിൽ പറയാൻ പോകുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം, സീരിയസ് ആക്കി എടുക്കണം. ഓക്കെ. പിന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലയും അതുപോലെ നമ്മളെ അടുത്ത് പറയാൻ പോകുന്ന അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ അടുത്ത് പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ. ആമനു ഹംസ മീം നൂൻ നമ്മൾ കുറെ പ്രാവശ്യം കണ്ടിട്ടുള്ള വാക്കാണ്, കുറെ പ്രാവശ്യം കണ്ടിട്ടുള്ള റൂട്ടാണ് അല്ലെ. പിന്നെ ഇനി ഇങ്ങനെ വിളിക്കുന്നത് യാ അയ്യുഹ എന്ന് വിളിക്കുന്നത് ശ്രദ്ധ കിട്ടാനാന്ന് പറഞ്ഞു. ഇനി ഓരോ ആൾക്കാരെ വിളിക്കുന്ന രീതി വ്യത്യാസം അല്ലെ. ചിലര് നമ്മൾ പേരെടുത്ത് വിളിക്കും, ഓ മറിയം, ഓ അസ്മ, ഓ അബ്ദുള്ള എന്നൊക്കെ പറഞ്ഞ് പേരെടുത്ത് നമുക്ക് വിളിക്കാം. ഇനി ചിലരെ അവരുടെ പ്രൊഫഷൻ എടുത്ത് വെച്ച് വിളിക്കും അല്ലെ. ഒരു ഡോക്ടറെ, ഇപ്പൊ നമ്മൾ പറയും ഡോക്ടറെ ഇതൊന്ന് നോക്കണേ, ഈ രോഗം ഒന്ന് നോക്കണേ അല്ലെ. അവരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി എടുത്ത് വെച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പം നമ്മളെ വീട്ടില് നമ്മളെ മോള് ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കാം. അപ്പം മോളടുത്ത് സാധാരണ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് മോളേന്നോ പേരെന്നൊക്കെ പേരൊക്കെ വിളിച്ചിട്ടായിരിക്കും വന്നത്. പക്ഷെ ഡോക്ടറെ ഇതൊന്ന് നോക്കണേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലേ, അതെന്തെങ്കിലും ഒരു രോഗത്തിനെ കാണിക്കാനായിരിക്കും, അല്ലെങ്കിൽ അത് ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ആ ഡോക്ടറുടെ ആ ഒരു ക്വാളിറ്റിനെ സൂചിപ്പിക്കുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മോളേന്ന് വിളിച്ചിട്ടാണ് അല്ലെങ്കിൽ പേര് വിളിച്ചിട്ടാണ് പറയാ അല്ലെ. അപ്പം അവരുടെ അടുത്ത് പറയാൻ പോണ കാര്യം അവരുടെ ഒരു ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ മക്കളെ വിളിക്കുമ്പോ അല്ലെ, പേര് വിളിച്ചിട്ട് വിളിക്കും, അല്ലെങ്കിൽ ഉമ്മാന്റെ പൊന്നു മോളല്ലേ, ഇത് നീ ഉമ്മാന്റെ മോളല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഈ പറയാൻ പോണ കാര്യം നീ ചെയ്യണം അല്ലെ. നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ നീ ഉമ്മാന്റെ മോളല്ല, പൊന്നു മോളല്ല, അല്ലെങ്കിൽ മോളെ ഡ്യൂട്ടി നീ ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം നമ്മൾ ഒരാളെ എന്തെങ്കിലും അവരുടെ ക്വാളിറ്റി എടുത്ത് വെച്ച് അഡ്രസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആ പറയാൻ പോകുന്ന കാര്യം എന്താണ്, ആ ക്വാളിറ്റി കാര്യം ചെയ്യുന്നത് വഴി അവർ ആ ക്വാളിറ്റി കാണിക്കുകയാണ്. ഓക്കെ. നമ്മൾ ആ പറയാൻ പോകുന്ന കൽപ്പന അവരനുസരിക്കുന്നത് വഴി ഓക്കെ ഞാൻ നല്ല മോളാണ് അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഡോക്ടറാണ് എന്ന് കാണിക്കുകയാണ്. അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ അള്ളാഹ് പറയാൻ പോകുന്ന കാര്യം നമ്മളുടെ ഈമാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പം അള്ളാഹു പറഞ്ഞ ആ കാര്യം നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ, അതിനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഈമാനിനെ കംപ്ലീറ്റ് ആക്കാൻ പോണ ഒരു കാര്യമാണ്, നമ്മൾ ഈമാനിനെ പെർഫെക്റ്റ് ആക്കാൻ പോണ ഒരു കാര്യമാണ്. എന്നാൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ, നമ്മൾ അതിനെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിലോ നമ്മളെ ഈമാൻ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നില്ല, നമ്മളുടെ ഈമാനിന് എവിടെയോ ഒരു കുറവുണ്ട്, ഒരു കുഴപ്പമുണ്ട് അല്ലെ. അപ്പം യാ അയ്യുഹല്ലദീന ആമനു എവിടെ കണ്ടു കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ടുള്ളത് അല്ലെ സുബ്ഹാനല്ലാഹ്
അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുക, അത് അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് പറയുന്ന കൽപ്പന നമ്മൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാനിന് എവിടെയോ ഒരു കുറവുണ്ട്, ഈമാൻ ശരിയല്ല അല്ലെ. ഈമാൻ ശരിയായിട്ടുള്ളവര് ഉറപ്പായിട്ടും ആ കൽപ്പന സ്വീകരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു യാ അയ്യുഹല്ലദീന ആമനൂല് കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഹർഫു നിദാ ആണെന്ന് അറിയാം. അൽ ഡെഫിനറ്റ് ആയിട്ടുള്ള വാക്ക് വന്നത് കൊണ്ടാണ് ഈ അയ്യുഹ ചേർത്തത് എന്നറിയാം. യാ അയ്യുഹ എന്ന് പറഞ്ഞ് പ്രത്യേകം കൊട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അറ്റൻഷൻ സീക്ക് ചെയ്യാനാണെന്ന് അറിയാം. അതുപോലെ അല്ലദീന ആമനു എന്ന് എടുത്തു പറഞ്ഞത് കൊണ്ട് അത് നമ്മളുടെ ഈമാനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന കൽപ്പനയെ അനുസരിക്കല് നമ്മളുടെ ഈമാന്റെ എന്താണ് പവറാണ് അല്ലെ. അതനുസരിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ഈമാനിന് എവിടെയോ ഒരു കുറവുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കമാൻഡ് സീരിയസ് ആക്കി എടുക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടോ, ഹദീസ് അല്ല. അദ്ദേഹം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഇദാ ഖാല അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ ഫഅർഇഹാ സംഅക്, നിങ്ങൾ നല്ല പോലെ നിങ്ങളുടെ ചെവി കൊടുത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ ചെവി അതിനായിട്ട് കൊടുത്തിട്ട് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാ? ഫഇന്നഹു ഖൈറു യുഅ്മറു ബിഹി ഔ ശർറു യൻഹാ അൻഹു, അതായത് നിശ്ചയമായും അതിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവും, അള്ളാഹു യുഅ്മറു ബിഹി അത് വെച്ച് നിങ്ങളോട് കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഔ ശർറു യൻഹാ അൻഹു എന്തെങ്കിലും ഒരു തിന്മ ഉണ്ടാകും അതിൽ നിന്ന് നിങ്ങളെ വിലക്കുന്നതായിട്ട്. അതുകൊണ്ട് നല്ലപോലെ എന്താണ് നിങ്ങളുടെ ചെവി നല്ലപോലെ കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പം അതൊരു സിമ്പിൾ കാര്യമല്ല, ഒരു സില്ലി കാര്യമല്ല, സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം ഇവിടെ എന്താണ് അള്ളാഹുവിന്റെ കൽപ്പന? ലാ തഖൂലു റാഇന, നിങ്ങൾ റാഇന എന്ന് പറയാം. ലാം സംസാരിക്കുക, പറയാം. കാല യഖൂലു അല്ലെ, ഒക്കെ നമ്മൾ കുറെ കണ്ടതാണ്. അപ്പം സത്യവിശ്വാസികളെ നിങ്ങൾ റാഇന എന്ന് പറയരുത്. അത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ തിരിച്ചിട്ട് റാഇന എന്ന് പറയരുത്. പകരം വഖൂലു, പകരം നിങ്ങൾ എന്ത് പറയണം? ഉൻദുർന എന്ന് പറയുക. ഓക്കെ, എന്തുകൊണ്ടാണ് സത്യവിശ്വാസികളുടെ അടുത്ത് റാഇന എന്ന് പറയരുത് എന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം. സത്യവിശ്വാസികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവര് റാഇന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കൂ, ഓക്കെ, നമ്മൾ പറയുന്ന ഒന്ന് കേൾക്കൂ എന്നുള്ള പോലെ ഞങ്ങളിലേക്കൊന്ന് നോക്കൂ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ റാഇന എന്നുള്ള വാക്ക് മുറാഅത്ത് എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മുറാഅത്ത്, ഓക്കെ. മുറാഅത്ത് എന്ന് പറയുന്നത് റാ ഐൻ യ, നമ്മൾ റൂട്ട് കണ്ടല്ലോ അല്ലെ, റാ ഐൻ യ. മുറാഅത്ത് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരാളെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരാളെ സംരക്ഷിക്കുക, ഗാർഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കണ്ണെപ്പോഴും അവിടെ ഉണ്ടായിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥം, അല്ലെങ്കിൽ ഒരാളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഒരു സാധനത്തിലേക്ക് നോക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് മുറാഅത്ത് എന്ന് പറഞ്ഞാല്. നമ്മൾ റാഇൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും, ആട്ടിടയനെ സൂചിപ്പിക്കാൻ. ഒരു ഹദീസിനകത്ത് തന്നെ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, അതിനകത്ത് വന്നിട്ടുള്ള ഒരു വാക്കാണ്, നിങ്ങൾക്ക് ഹദീസ് ഓർമ്മയില്ല. എന്തായാലും റാഇൻ എന്ന് പറഞ്ഞാൽ ആട്ടിടയനാണ്. ആട്ടിടയൻ എന്താ ചെയ്യുക? അവന്റെ ആ ഒരു ആട്ടിൻ പറ്റത്തിന് അല്ലെ, ചെമ്മരിയാടോ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ ആട്ടിൻ പറ്റത്തിന് ശ്രദ്ധിക്കും അല്ലെ, അതിനെ സൂക്ഷിക്കും, അതിനെ സംരക്ഷിക്കും, അതിലേക്ക് നോക്കും. അതൊക്കെയാണ് റാഇൻ, ഒരു ആട്ടിടയൻ ചെയ്യുന്നത്. അപ്പൊ മുറാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ കെയർ ചെയ്യുക, ആരിലേക്കെങ്കിലും നമ്മുടെ ശ്രദ്ധ തിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കുക. അപ്പൊ ആരെങ്കിലും അല്ലെ വീഴ്ച പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ പൊക്കി അവരെ നമ്മളുടെ കൂടെ കൊണ്ടുപോകുക, അങ്ങനെ ആ ഒരു കെയർ കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക എന്നുള്ള അർത്ഥമാണ് മുറാഅത്ത്. അപ്പം സ്വാഭാവികമായും ഈ സ്വഹാബികൾ അല്ലെങ്കിൽ ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ സത്യവിശ്വാസികള് റാഇന എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ ആദരപൂർവ്വം ഒന്ന് ഞങ്ങളിലേക്ക് ശ്രദ്ധിക്കുക, ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യം അല്ലെ, ഒന്ന് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, അല്ലെങ്കിൽ ഒന്ന് നോക്കൂ, ഇതൊന്ന് പറഞ്ഞുതരോ എന്നൊക്കെയുള്ള അർത്ഥത്തില് പറയണം അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യോ എന്നൊക്കെ ഒന്ന് നോക്ക് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് അത് ശ്രദ്ധിക്കാതെ അത് കിട്ടിയില്ല എന്നൊക്കെ, അപ്പൊ ഒന്ന് നോക്കോ,
അതൊന്ന് പറഞ്ഞുതരുമോ, അല്ലെങ്കിൽ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് എന്നുള്ള അർത്ഥത്തിലാണ് അവര് അത് പറയാം. ഓക്കെ, ഒരു എക്സ്ക്യൂസ് മീ, പ്ലീസ് എക്സ്ക്യൂസ് അസ് എന്ന് പറയുന്നത് പോലെ. ഇംഗ്ലീഷിൽ നമ്മളല്ലേ ആരുടെങ്കിലും ഒരാൾ ക്ലാസ് എടുക്കും, എക്സ്ക്യൂസ് മീ, അതൊന്നും കൂടെ പറഞ്ഞുതരുമോ എന്ന് പറയുന്ന പോലെയാണ് അവർക്ക് എന്തെങ്കിലും മിസ്സായ കാര്യം ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റാഇന എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് കേൾക്കുമ്പോൾ ഓക്കെയാണ് അല്ലെ, വളരെ ബഹുമാനത്തോടു കൂടിയുള്ള ഒരു വാക്ക് തന്നെയാണ്. പക്ഷെ യഹൂദികള്, അത് ബനു ഇസ്രായേൽ, അത് മദീനയിൽ ഉണ്ടായിരുന്ന ബനു ഇസ്രായേൽ യഹൂദികളായിട്ടുള്ള ആൾക്കാര്, അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സംസാരിക്കുമ്പം ഇതുപോലെ റാഇന എന്ന് പറയും. പക്ഷെ അവര് റാഇന എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം എക്സ്ക്യൂസസ് എന്നല്ല. ഓക്കെ, അവര് വേറെ ഒരു അർത്ഥം മനസ്സിൽ വെച്ചിട്ടാണ് പറയുന്നത്. അവരുടെ റാഇന എന്ന് പറഞ്ഞാല് ആക്ച്വലി റാഇന, നാന്റെ മേലെ തൻവീൻ. ഒന്ന് സ്ക്രീനിലേക്ക് നോക്കുക, ഞാൻ ആ വാക്ക് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ആയത്തിലുള്ളത് യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന. ഓക്കെ, അവരുപയോഗിക്കുന്നത് റാഇന വിത്ത് നൂനിന് തൻവീനാണ്. ഓക്കെ, ഡബിൾ ഫത്ഹയാണ്. ഓക്കെ, റാഇന, റാഇന എഴുതുമ്പോൾ റാഇനൻ എന്ന് എഴുതുമെങ്കിൽ നമ്മൾ പറയുമ്പോൾ അത് റാഇന എന്ന് തന്നെയാണ് പറയാം അല്ലെ. അപ്പം അവരുടെ മനസ്സിൽ അവർ റാഇന എന്നാണ് പറയുന്നതെങ്കിലും അവരുടെ മനസ്സിൽ ഈ ഒരു വാക്കാണ് റാഇനൻ എന്ന് നമ്മൾ എഴുതുന്ന സംഭവം, പക്ഷെ പറയല് റാഇന തന്നെയാണ്. ഈ വാക്കിന്റെ റൂട്ട് റോ ഐൻ നൂനാണ്. ആക്ച്വലി റാഇന എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാക്കിന്റെ അർത്ഥം റോ ഐൻ യാ ആണ്. പക്ഷെ യഹൂദികൾ പറയുമ്പം അതിന്റെ അവരുദ്ദേശിക്കുന്ന വാക്കിന്റെ റൂട്ട് എന്ന് പറയുന്നത് റോ ഐൻ നൂനാണ്. അതായത് റുഊന എന്ന വാക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മുറാആത്താണ് വാക്ക് അല്ലെ, അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവര് പറയുന്നത് റോ ഐൻ നൂനിൽ നിന്ന് വരുന്ന റുഊന എന്നുള്ള വാക്കിൽ നിന്ന്, വാക്ക് ഉദ്ദേശിച്ചാണ് ഇവര് പറയുന്നത്. ഇത് ഒരു വേറെ തന്നെ അർത്ഥമുള്ള അല്ലെങ്കിൽ വേറെ തന്നെ ഉദ്ദേശം വെച്ചിട്ടാണ് അവരത് പറയുന്നത്. അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ റുഊന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഡ്ഢി അല്ലെങ്കിൽ ഫൂളിഷ്നെസ്, വിഡ്ഢിത്തം എന്നൊക്കെയാണ് റുഊന എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം അവര് റാഇന എന്ന് പറയുമ്പോൾ രണ്ട് പ്രൊനൗൺസിയേഷൻ ഒരേപോലെ ആണെങ്കിലും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്? ഹേ വിഡ്ഢി, ഇങ്ങോട്ട് നോക്ക്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവരതാണ് ഉദ്ദേശിക്കുന്നത്. ഒരേ പ്രൊനൗൺസിയേഷൻ ആണ്, പക്ഷെ അവരുടെ മനസ്സിലെ നീയത്തിനനുസരിച്ച് അതിന്റെ അർത്ഥം മാറുകയാണ് അല്ലെ. പലപ്പോഴും ഇത് രണ്ട് ഭാഷ സംസാരിക്കുന്ന ആളുകളൊക്കെ അവർക്ക് ഇടകലർത്തി രണ്ട് ഭാഷ സംസാരിക്കുമ്പോൾ ഒരേ വാക്ക് ആ രണ്ട് ഭാഷയിലും രണ്ട് അർത്ഥങ്ങളുള്ള സിറ്റുവേഷൻസ് വരാം. നമ്മളൊക്കെ ഡേ ടു ഡേ ലൈഫിൽ വരാറുള്ള കാര്യങ്ങളാണ്. എനിക്ക് പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറയാൻ കിട്ടുന്നില്ല. പക്ഷെ നമ്മള് പറയുന്നത് ചിലപ്പം വേറെ ഭാഷയിലായിരിക്കും, പക്ഷെ ഉദ്ദേശിക്കുന്നത് വേറെ ആയിരിക്കും. ആ രീതിയിലുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട് ഈ ഡ്യുവൽ ലാംഗ്വേജ് സംസാരിക്കുന്നവർ. ഇപ്പൊ മലയാളം ഇംഗ്ലീഷ് ഇടകലർത്തി സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ മലയാളം തമിഴ് ഇടകലർത്തി സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ വരാറുണ്ട്. ഓക്കെ, അപ്പം അവര് ഈ യഹൂദികൾ ആക്ച്വലി ഈ വാക്കുകൾ കൊണ്ട് കളിക്കുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അവർ റാഇന എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയങ്ങളിൽ അവർ ചിരിച്ചുകൊണ്ട് അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ടാണ് അവർ ഈ വാക്ക് പറയുന്നത്. എന്നിട്ട് മനസ്സിലായിരിക്കും മൂപ്പർക്ക് ഇത് മനസ്സിലായിട്ടൊന്നുമില്ല, നമ്മൾ കുറെ കളിയാക്കി, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലെ, അങ്ങനെ വിചാരിച്ചിട്ടാണ് അവർ ഈ റാഇന എന്ന് പറയുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളുടെ അടുത്ത് പറയാണ്, ലാ തഖൂലു റാഇന, നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കരുത്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഉൻദുർന എന്ന വാക്ക് ഉപയോഗിക്കുക. ഉൻദുർന, നൂൻ ദാദ് റ. ഓക്കെ, നൗദറ, നൗദറ എന്ന് പറഞ്ഞാൽ നോക്കുക, എന്തെങ്കിലും ഒരു ഒന്നിലേക്ക് നോക്കുക. അതേപോലെ വെയിറ്റ് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിനും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നൗദറ. ഓക്കെ, പ്ലീസ് വെയിറ്റ് ഫോർ അസ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യോ എന്നും കൂടെ. ഉൻദുർന എന്ന് പറഞ്ഞാൽ അങ്ങനെയും ഒരു അർത്ഥമുണ്ട്, ഞങ്ങളിലേക്ക് നോക്കുക എന്നും അർത്ഥമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ, അപ്പം റാഇനേക്കാളും കുറച്ചും കൂടെ ഇത്തിരി കൂടെ റെസ്പെക്റ്റ് ഉള്ള ഒരു വാക്കാണ് ഉൻദുർന. ഇപ്പൊ നമ്മള് ഇംഗ്ലീഷിൽ തന്നെ എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോൾ നമ്മളത് എല്ലാ ലെവലിലുള്ള ആൾക്കാരുടെ അടുത്തും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുടെ അടുത്തും പറയും അല്ലെ. നമ്മളെക്കാളും ചെറിയ ആൾക്കാരുടെ അടുത്തും പറയും, വലിയ ആൾക്കാരുടെ അടുത്തും പറയും, നമ്മളുടെ ലെവലിലുള്ള ആൾക്കാരുടെ അടുത്തും പറയും. എന്നാല് ശരിക്കും നമ്മൾ കുറച്ച് നല്ലോണം റെസ്പെക്ട് കൊടുത്തിട്ടാണെങ്കിൽ, ഇപ്പൊ ഇംഗ്ലീഷുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് പല രീതിയിൽ അവർ ഉപയോഗിക്കും അല്ലെ. ചിലപ്പോൾ അവർ ഐ ബെഗ് യുവർ പാർഡൺ എന്ന് പറയും, എന്താണ് ഞാൻ നിങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുന്നു എന്നൊക്കെ പറയും. അത് എന്താ ഒരു അടുത്ത ലെവല് എന്താ പറയാ
ഒരു കുറച്ചും കൂടെ റെസ്പെക്ട് കൊടുത്തിട്ടുള്ള സംസാരമാണ്. മറ്റേത് എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോൾ അതൊരു കുറച്ചും കൂടെ ഒരു ഹാർഷായിട്ട് പറയാൻ വേണ്ടി പറഞ്ഞു പോണത് പോലെ. അപ്പൊ അതുപോലെയാണ് ഈ റായിനെയും ഉന്ദൂറിനെയും തമ്മിലുള്ള വ്യത്യാസം. റായിനെയും ഉന്ദൂറിനെയും മീനിങ് സെയിം തന്നെ ആണെങ്കിലും ഞങ്ങളിലേക്കൊന്ന് നോക്ക് അല്ലെങ്കിൽ ഞങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുന്നതാണെങ്കിലും ഉന്ദൂറിനാക്ക് ഒരു ഇത്തിരിയും കൂടെ എന്താണ് റെസ്പെക്ട് കൂടുതലുണ്ട്. വഖൂലു ഉന്ദൂർന, നിങ്ങൾ എന്താ പറയാ, ഉന്ദൂർന എന്ന് പറയുക. സത്യവിശ്വാസികളുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. തുടർന്ന് വസ്മഉ, നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ലപോലെ ശ്രദ്ധ കൊടുത്ത് കേൾക്കുക. സീൻ മീം ഐൻ സം അല്ലെ, സം എന്ന് പറഞ്ഞാല് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അപ്പം ഈ വസ്മഉ എന്ന് പറയുന്നതിന് രണ്ട് രീതിയിൽ അർത്ഥം വരാം. ഒരർത്ഥം എന്ന് പറയുന്നത്, അതായത് ഈ കോണ്ടെക്സ്റ്റിൽ ഒരർത്ഥം എന്ന് പറയുന്നത്, നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഉന്ദൂർന എന്ന് പറഞ്ഞ അല്ലെങ്കിൽ റായിന എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഞങ്ങളിലേക്ക് നോക്ക്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ആ ഒരു അർത്ഥത്തിൽ വസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. നമുക്ക് എപ്പോഴും ഒരാളുടെ അടുത്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയേണ്ടി വരാ അല്ലെ. നമുക്ക് മിക്കപ്പോഴും നമ്മൾ എക്സാം കഴിയുമ്പോൾ പല ക്വസ്റ്റ്യനും പറഞ്ഞു വരാറുണ്ട് അല്ലെ. ഇത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണ്. അത് ക്ലാസ് കേൾക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട്. ഇപ്പം മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു, ഇപ്പൊ എല്ലാവരുടെ അടുത്തും ഒന്നുകൂടെ പോയി കേൾക്കാനാ പറയുന്നത്. അപ്പം അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വസ്മഉ അല്ലെങ്കിൽ റായിന എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ വസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്, നല്ലപോലെ ശ്രദ്ധിക്ക്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നം വരൂല അല്ലെ. ഇനി ഈ വസ്മഉ എന്നുള്ള വാക്കിന് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വേറൊരു രീതിയിലും കൂടെ അർത്ഥം വെക്കാം. അതായത് സം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന് ഇദ്റാക്ക്, അതായത് നമ്മൾ ആ ശബ്ദത്തിനെ ജസ്റ്റ് മനസ്സിലാവുക, ഓക്കെ അവിടെ എന്തോ സംസാരം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു രീതി. രണ്ടാമത്തത് ഇജാബ, അതായത് അതിന് റെസ്പോണ്ട് ചെയ്യുക. അതായത് നമ്മൾ എപ്പോഴാണ് ആ ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നത്? ആ കേട്ടത് നമ്മൾ സ്വീകരിക്കുമ്പോൾ അല്ലെ, നമ്മൾ ഖബൂൽ ചെയ്യുമ്പോൾ, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്, നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ രണ്ട് രീതിയിലാവാം സമ. അപ്പം ഇവിടെ ആദ്യം വസ്മഉ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമായിട്ട് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കേ. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നിർത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയേണ്ട, ഞങ്ങളൊക്കെ ഒന്ന് നോക്ക് റായിന എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചോദിക്കേണ്ട, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അത് ഒരു മീനിങ്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ മീനിങ് എന്താന്ന് വെച്ചാല്, സത്യവിശ്വാസികളുടെ അടുത്ത് ഒരു കൽപ്പനയാണ് അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റായിന അല്ലെ വഖൂലു ഉൻദുർന, അങ്ങനെ ഒരു കൽപ്പന കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ വസ്മഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ തന്ന ഈ കൽപ്പന അല്ലെ, നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലാണ്. ഒന്ന്, അത് നമ്മൾ ആ ശബ്ദം ജസ്റ്റ് കേട്ട് എന്നുള്ളത് മാത്രം ഇദ്റാക്ക്. രണ്ട്, ഇജാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് നമ്മൾ അതിനെ സ്വീകരിച്ചിട്ട് അതിനോട് പ്രതികരിക്കുന്നതാണ് ഇജാബ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ തന്ന ഈ കൽപ്പന ശരിക്കും കേൾക്ക്, ശരിക്കും അതിനെ ആക്സെപ്റ്റ് ചെയ്യുക കൽപ്പന, എന്നിട്ട് നിങ്ങളുടെ രീതികൾ നിങ്ങൾ മാറ്റ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ആക്സെപ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു കൽപ്പനയാണ് ഇവിടുത്തെ വസ്മഉ. അപ്പൊ രണ്ട് രീതിയിൽ ഇതിനെ മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ റായിന എന്ന് ഇനി മേലാൽ പറയരുത്, പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഉൻദുർന എന്ന് പറയുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കമാൻഡിനെ, ഞാൻ പറഞ്ഞ കൽപ്പനയെ അതേപടി സ്വീകരിക്കുക. നിങ്ങളുടെ രീതികളിൽ നിങ്ങൾ മാറ്റം വരുത്താം. ഇനി ആര് ഇപ്പം സത്യവിശ്വാസികളുടെ അടുത്ത് ഇന്ന കാര്യം പറഞ്ഞു അല്ലെ, യാ അയ്യുഹല്ലദീന ആമനു, നിങ്ങൾ ഇന്നൊക്കെ ചെയ്യും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന ഒരു കൂട്ടരുണ്ട് അല്ലെ, റായിന എന്ന് പറഞ്ഞിട്ട്. അവരെ കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലിൽ കാഫിരീന അല്ലെ, സത്യനിഷേധികൾക്ക്, കാഫിരികൾക്ക് അദാബുൻ അലീം, അതികഠിനമായ വേദനാജനകമായ ശിക്ഷയുണ്ട്. അലീം ഹംസ ലാം മീം, വേദനയുള്ളത്. ഓക്കെ, അദാബു ശിക്ഷ. അപ്പം അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഇത്രയാണ് ഈ ഒരു ആയത്ത്. നമുക്ക് ഇതിന്റെ ലെസൺസിലേക്ക് പോവാം. ഏറ്റവും ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ സത്യവിശ്വാസികളുടെ അടുത്ത് അവരുടെ വൊക്കാബുലറി, അവർ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ മാറ്റാനാണ് പറയുന്നത്. കാരണം നമ്മളൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ ചില വാക്കുകൾ അല്ലെ, നമ്മൾ പറയുമ്പം അല്ലെങ്കിൽ പറയുന്ന രീതി വെച്ചിട്ട് അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ചിലതിന് ഡബിൾ മീനിങ് ഉണ്ടാവും അല്ലെ. നമ്മൾ ചിലപ്പോൾ ഡബിൾ മീനിങ് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അതിന് ഡബിൾ മീനിങ് ഉള്ളത് കൊണ്ട് ആൾക്കാർ അങ്ങനെ എടുക്കുന്നതാവാം.
ചില വാക്കുകൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ നാട് മാറുമ്പോൾ അല്ലെ, സ്ലാങ് മാറുമ്പോഴൊക്കെ ചില വാക്കുകൾ റെസ്പെക്റ്റ് ഇല്ലാത്ത വാക്കുകളായിരിക്കും. അപ്പം അങ്ങനെ അല്ലെ, ചില നാട്ടിൽ നീ എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ചെയ്യല്ലേ, എന്താ ചെറിയവരെയും വലിയവരെയും നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അഡ്രസ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ചില വാക്കുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ഡബിൾ മീനിങ് ഉണ്ടാവാനോ ഡിസ്റെസ്പെക്റ്റ് ഉള്ളതാവാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരുടെ അടുത്ത് വാക്കുകൾ മാറ്റി ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അതാണ് ഇവിടുത്തെ കൽപ്പന. പക്ഷെ ഇത് കേൾക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ഇത് യഹൂദികൾ ചെയ്യുന്ന ഒരു തെറ്റാണ് അല്ലെ. അവര് ഈ ഒരു തെറ്റ് ചെയ്യുമ്പം അവരോടല്ലേ ഇത് നേരിട്ട് പറയേണ്ടത് അല്ലെ, അവരുമായിട്ടല്ലേ അവർക്കല്ലേ ഈ കൽപ്പന കൊടുക്കേണ്ടത്, പിന്നെ എന്തിനാ സത്യവിശ്വാസികളുടെ അടുത്ത് പറഞ്ഞത്? ഈ കാര്യത്തിലും ഇവിടെ ഒരു ലെസൺ ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളെ ഒരു നാച്ചുറൽ തോട്ട് ഇതായിരിക്കും, നിങ്ങൾ ഈ റായിന എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം വിഡ്ഢി അല്ലെങ്കിൽ സ്റ്റുപ്പിഡ് എന്ന അല്ലേ. അപ്പം നിങ്ങൾ ഈ പറയുന്ന വാക്ക് ശരിയല്ല, ഇത് മാറ്റി പറയണം അല്ലെ. അവരായിട്ട് എന്താണ്, അവരോടാണ് ഇത് നേരിട്ട് പറയേണ്ടത്. പൊതുവെ നമ്മളുടെ ലൈഫിലൊക്കെ ആരെങ്കിലും നമ്മളടുത്ത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെ, നമുക്ക് അവരുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടി ഫൈറ്റ് ചെയ്ത് വാദിച്ച് അവരെ മനസ്സിലാക്കി അവരെ ചേഞ്ച് ചെയ്യുക എന്നുള്ള ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ് അല്ലെ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ചില ആൾക്കാർ അവരെന്തൊക്കെയോ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അവരെ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ എല്ലാ മീൻസും നമ്മൾ എടുക്കുന്നുണ്ട്, അവരെ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്, അവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അവരോട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അവരെ മാറ്റാൻ പറ്റുന്നില്ല അല്ലെ. അങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെ. നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്, സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദേഷ്യം പിടിക്കുകയാണോ, നിരാശപ്പെടുകയാണോ അല്ലെ, കംപ്ലൈന്റ് ചെയ്ത് അവരിങ്ങനെയാണോ, അല്ലെങ്കിൽ അവര് നമ്മുടെ ജീവിതത്തിൽ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്ത് മാറ്റുകയാണോ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിനുള്ള ഒരു ആൻസർ ആണ് ഇത്. നമ്മൾ സ്വയം ചേഞ്ച് ചെയ്യുക, നമ്മൾ അങ്ങ് മാറുക. നമ്മൾ മാറുമ്പോൾ മറ്റുള്ളവർക്ക് നാച്ചുറലി നമ്മളെ അടുത്ത് തെറ്റുകൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. നമ്മളോട് അങ്ങനെ നമ്മൾ മാറുമ്പോൾ തന്നെ നമുക്കത് എക്സ്പീരിയൻസ് ഉള്ള കാര്യം അല്ലെ. നമ്മൾ മാറുമ്പോൾ നമ്മളെ ചുറ്റുപാട് മാറിയ പോലെ നമുക്ക് തോന്നും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു വാഗ്ദാനവും കൂടിയാണ് അല്ലെ, നിങ്ങൾ മാറിയാലേ നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറുള്ളൂ. അപ്പൊ നമ്മൾ മാറിക്കഴിയുമ്പം അവർക്ക് നമ്മളടുത്ത് എന്താണ് തല്ലുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ നമ്മളടുത്ത് പ്രശ്നം ഉണ്ടാക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലാണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയാണ്, സത്യവിശ്വാസികളുടെ അടുത്ത് പറയാണ്, റായിന നിങ്ങൾ പറയത്, ഉൻദുർന നിങ്ങൾ പറയാം. നിങ്ങൾ അവർക്ക് ഇനി റായിന പറയാനുള്ള ഒരു ചാൻസ് നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. പകരം നിങ്ങൾ അങ്ങ് എന്ത് ചെയ്യാ, മാറിയിക്ക, നിങ്ങൾ ചേഞ്ച് ചെയ്യാ, നിങ്ങൾ ഉൻദുർന എന്ന് പറയാ. നിങ്ങൾ അവരെ മാറ്റാൻ നോക്കണ്ട അല്ലെ. പലപ്പോഴും അല്ലെ നമ്മളോട് ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ, ആ തെറ്റ് ചെയ്യുന്നവര് മാറണം. 4 ഓര് അങ്ങനെ ചെയ്തിട്ടല്ല ഇങ്ങനെ ആയിപ്പോയത് എന്റെ ജീവിതം അല്ലെ, 4 ഓര് അങ്ങനെ, നമുക്ക് അവര് മാറണം, ലോകം മാറണം, നമ്മളെ കുടുംബം മാറണം അല്ലെ. നമ്മള് ഭർത്താവിന്റെ വീട്ടാണെങ്കിൽ അവര് മാറണം, നമ്മളെ ഭർത്താവ് മാറണം, അല്ലെങ്കിൽ മക്കള് മാറണം. അവരെന്നോട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങള് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരെന്നോട് ഇങ്ങനെ ചെയ്തു, ഓരെന്താലേ ഇങ്ങനെ. എല്ലാരും മാറണം നമുക്ക്. പക്ഷെ നമ്മളൊന്ന് അല്ലെ, ഒരു യൂ ടേൺ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട്, ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മാറിയാൽ തന്നെ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസ് ബെറ്റർ ആവുന്നത് കാണാം. നമ്മളുടെ മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടുന്നത് കാണാം. പിന്നെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളിങ്ങനെ നമ്മളായിട്ട് മാറുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നത് കാണാം. ഓൾറെഡി പരീക്ഷിച്ചിട്ടുള്ളവർക്ക് അതിന്റെ റിസൾട്ട് അറിയാം. ഇതുവരെ പരീക്ഷിക്കാത്തവരൊന്ന് പരീക്ഷിച്ചോ. പലപ്പോഴും നമ്മളൊക്കെ പലരും പല പ്രോബ്ലംസിലും സ്റ്റക്കാണ് അല്ലെ. ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും സ്റ്റക്കാണ്. ആ സ്റ്റക്ക് ആവുന്നതിന്റെ കാരണം ഒരു 90% ചുറ്റുപാടുമുള്ളവരുടെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലെ. ചുറ്റുപാടുമുള്ളവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തതായിരിക്കും ഒരു 90% ആളുകളും ലൈഫിൽ സ്റ്റക്ക് ആയതിന്റെ കാരണം, എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് അവര് മാറാത്തത് കൊണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ ഇങ്ങനെ വരുന്ന എല്ലാ സിറ്റുവേഷൻസും നമുക്ക് മാറാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല തന്നതാണ്. നമ്മള് ഭൂമിയിൽ നമ്മളെ ജീവിതത്തിൽ വരുന്ന എന്ത് ട്വിസ്റ്റും എന്തെന്നെ ആയിക്കോട്ടെ
അള്ളാഹു അങ്ങനെ ഒരു ഖദർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് പരലോകം ഉണ്ടാക്കാനുള്ളതാണ്. നമ്മളെ പരലോകം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവർ മാറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മളെ പരലോകം ഉണ്ടാക്കാൻ വേണമെങ്കിൽ നമ്മൾ തന്നെ മാറണം. നമ്മൾ മാറാന്ന് പറഞ്ഞാല് അതൊരു ഇൻഫിനിറ്റ് സ്കോപ്പുള്ള കാര്യമാണ്. അത് എത്ര മാറിയാലും ഇനിയും മാറാൻ ബാക്കിയുണ്ടാവും. നമ്മളൊന്നും ഇപ്പോഴും ഒരു 1% എത്തിയെന്ന് തോന്നില്ലേ. ഞാൻ എത്തിയിട്ടില്ല, എനിക്ക് ഉറപ്പാ. അതുപോലെ തന്നെ ആയിരിക്കും നമ്മളുടെ എല്ലാവരുടെയും കാര്യം. അപ്പൊ നമ്മള് മാറാൻ നമുക്ക് മരണം വരെ ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ചുറ്റും ഇതുപോലെ ഓരോരുത്തരുടെ ചുറ്റും ഒരു ലോകം ഒരുക്കിയിട്ടുള്ളത്. ഓരോരുത്തരുടെ ചുറ്റും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആളുകളും അവര് തരുന്ന ചലഞ്ചസും അവര് പറയുന്ന നമ്മളെ വിഷമിപ്പിക്കുന്ന സംസാരങ്ങളും അവരുടെ ആക്ഷൻസും അവരുണ്ടാക്കുന്ന പ്രയാസങ്ങളും ഒക്കെ എന്തിനാ തന്നത്? നമ്മൾ മാറി 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 സ്വർഗത്തിന് ഫിറ്റ് ആവുന്ന ആളുകളായി മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെ ചുറ്റുപാടുള്ള ലോകം മുഴുവനും മാറിയിട്ട് സമാധാനമായിട്ട് ജീവിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഫുൾ വിഡ്ഢിത്തത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പകരം നമ്മൾ മാറുക, വീണ്ടും മാറുക. പോട്ടെ, അങ്ങനെ മരണം വരെ നമുക്ക് ചെയ്യാനുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളെ ചുറ്റുപാടും മാറുക തന്നെ ചെയ്യും. നമ്മളൊരിത്തിരി ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ, നമ്മളൊരു ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ തന്നെ നമ്മളുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പമായിട്ട് മാറും. അപ്പൊ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാന്നുള്ളത് നമ്മളുടെ മെയിൻ എയിം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരെ കളയുക. നമ്മളെ മെയിൻ എയിം എന്താണ്? നമ്മൾ തന്നെ ഇംപ്രൂവ് ചെയ്യുക. ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഇംപ്രൂവ് ചെയ്യുക. അത് നമ്മുടെ സ്വഭാവത്തിലും സംസാരത്തിലും ആക്ഷനിലും മാത്രം ആയിക്കൊള്ളണമെന്നില്ല. ഇനി നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും എന്തൊക്കെ നമുക്ക് നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ആളുകളെ എന്തായാലും ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് വേണം. നമ്മൾ ഇത്രയും നാൾ അവരുടെ പിന്നാലെ ഓടിയെങ്കിൽ അവർ നമ്മളെ പിന്നാലെ ഓടുന്നത് നമുക്ക് കാണാം. നമ്മൾ സ്വയം ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇംപ്രൂവ് ആയ ഏറ്റവും ബെസ്റ്റ് പരലോകത്തിന് വേണ്ടിയിട്ട് സ്വയം ഇംപ്രൂവ് ആവലാണ്. അതായത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ മാറലാണ്. അത് നമ്മളുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മളുടെ പ്രവൃത്തികളുടെ, നമ്മളുടെ ഇബാദത്തുകളിൽ, നമ്മളുടെ ചിന്തകളിൽ എല്ലാത്തിലും അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കുക. നമുക്ക് 24 മണിക്കൂർ ഒരു ദിവസം മതിയാവൂല. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ വീട്ടിലല്ലേ മക്കളെ ചെറിയ അനിയത്തിമാരെ അല്ലെങ്കിൽ നമ്മളെ മക്കള് അവര് തമ്മിൽ അടിയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇവൻ നമ്മൾ ചെറുതാവുമ്പോ അല്ലെ, ചിലര് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് നടക്കുന്നവരായിരിക്കും, കളിയാക്കലും അല്ലെ, ചൊറിയലും ഒക്കെ. അപ്പം അതിന് പ്രതികരിക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാർക്ക് വെറുപ്പിക്കാൻ ഒന്നും കൂടെ ഒരു ഇൻട്രസ്റ്റ് കൂടും. എന്നാൽ അതിനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അവരെ വെറുപ്പിക്കുന്ന ആൾക്കാരെ ഇൻട്രസ്റ്റും കുറയും അല്ലെ. അപ്പം അതാണ് ഏറ്റവും നല്ല വഴി, ഇഗ്നോർ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ വലിയ ആളുകളായതിനു ശേഷം അല്ലെ, നമ്മളെ സഹോദരങ്ങൾ ചിലപ്പം എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ആവാം, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്കെതിരെ പലതും സംസാരിക്കുന്നത് അല്ലെ, നമ്മളെ വെറുപ്പിക്കുന്നത്, നമ്മളെ വിഷമിപ്പിക്കുന്നത് ഒക്കെ നമ്മളൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ സഹോദരങ്ങളിൽ നിന്ന് കുറച്ച് സേഫ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അല്ലാത്ത പലതരം റിലേഷൻഷിപ്പിലും നമുക്കിത് ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ. നമ്മുടെ ഇണകളുടെ ഇടയിൽ, നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഇൻലോസിന്റെ അടുത്ത്, കസിൻസിന്റെ അടുത്ത് ഒക്കെ നമുക്ക് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. പലരും നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുകയും പറയുകയും വെറുപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. ഒറ്റ പരിഹാരമേ ഉള്ളൂ, അവരുടെ ആക്ഷനെ ഇഗ്നോർ ചെയ്യുക, അവർ ചെയ്യുന്ന കാര്യത്തിനെ ഇഗ്നോർ ചെയ്യാം. ആൾക്കാരെ ഒഴിവാക്കാനല്ല പറയുന്നത് കേട്ടോ, അവർ ചെയ്യുന്ന ആക്ഷനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്നങ്ങ് വെച്ചേക്കുക. പിന്നെ അവർക്ക് അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റേ അവർക്ക് പോകും. നമ്മളെ വെറുപ്പിക്കാനുള്ള, നമ്മളെ ചൊറിയാനുള്ള, നമ്മളെ കുറിച്ച് മോശം പറയാനുള്ള, നമ്മളെ വിഷമിപ്പിച്ച് സംസാരിക്കാനുള്ള, നമ്മളെ വിഷമിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റേ പോകും. നമ്മളെ കോൺസെൻട്രേഷൻ എവിടെയാണ്? നമ്മളെ സ്വയം നന്നാക്കുക, സെൽഫിഷ് ആവുക. എനിക്ക് സ്വർഗത്ത് പോണം അല്ലേ, അപ്പൊ ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് നന്നാക്കുക, അത് മതി, അതാവട്ടെ നമ്മളെ 100% കോൺസെൻട്രേഷൻ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ അള്ളാഹ് അങ്ങ് മാറ്റി തന്നോളും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ നാച്ചുറലി അത്ഭുതം പോലെ മാറുന്നത് കാണാം. അപ്പൊ നമ്മൾ അത് ഇപ്പം പൊതുവെ മനുഷ്യന്മാരുടെ ഒരു സൈക്കോളജിയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ പോലും അതിനൊരു റിയാക്ഷൻ കിട്ടണം നമുക്ക്. ഓക്കെ, നമ്മൾ ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഈവൻ നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ എങ്കിലും കിട്ടണം നമുക്ക്. ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾ ഇറിറ്റേറ്റഡ് ആവണം എന്നുള്ളത് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇറിറ്റേറ്റഡ് ആയി കൊടുക്കുമ്പോൾ അവരവിടെ സക്സസ്ഫുൾ ആവുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പകരം നമ്മൾ ഒരാൾ വെറുപ്പിക്കുമ്പോൾ, നമ്മൾ ഒരാൾ ഇടങ്ങേറാക്കുമ്പോൾ, ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ, ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോൾ
നമ്മൾ അവരുടെ ആ ഒരു ആക്ഷൻ, അവർ ചെയ്ത കാര്യം അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം നമ്മൾ കണ്ടിട്ടേ ഇല്ല, നമ്മൾ അവരെ കണ്ടിട്ടുള്ളൂ. ആ പേഴ്സണെ നമ്മൾ ഒഴിവാക്കാൻ പറ്റൂല അല്ലെ, ആ ആളുകളുമായിട്ട് കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർ ചെയ്ത പ്രവൃത്തി നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പൊ എന്താ, ഈ ആക്ഷൻ അവിടെ വാല്യൂ ഇല്ലാണ്ടായി, പിന്നെ അവരത് ചെയ്യുന്നതിൽ ഒരു കഥയില്ല അല്ലെ, ഒരർത്ഥം ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു 90% പ്രോബ്ലത്തിനുള്ള പരിഹാരം ഇവിടെ ആയില്ലേ, ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടി. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റൂല, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ, നമ്മൾ മാറ്റിയിട്ട് ഇതുവരെ ഒരാളും മാറിയിട്ടില്ല. നമ്മൾ സ്വയം മാറാൻ നമുക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖാണ് അല്ലെ. നമ്മൾ എത്രയോ കൊല്ലങ്ങൾ മുമ്പ് ട്രൈ ചെയ്യുന്ന പല കാര്യങ്ങളും മാറിയിട്ടില്ല, ഇപ്പോഴിപ്പോഴും ഓരോന്ന് മാറി വരുന്നത്. സുബ്ഹാനല്ലാഹ്, അതെന്തുകൊണ്ടാ? അള്ളാഹ് ഹെൽപ്പ് ചെയ്തിട്ട്. നമുക്ക് നമ്മളെ പോലും ശരിക്കും 100% മാറ്റാൻ പറ്റൂലെങ്കിൽ മറ്റുള്ളവരെ മാറ്റിയിട്ട് ലോകം അങ്ങോട്ട് മറിച്ചിടാന്ന് വിചാരിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തല്ലേ. ശരിയാണ്, നമ്മൾ അവരെ നന്മ കൊണ്ട് ഉപദേശിക്കണം, എവിടെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ നന്മ കൊണ്ട് ഉപദേശിക്കണം. പക്ഷേ ഈ ഉപദേശിക്കുന്നതിലൂടെ അവരെ മാറ്റുന്നത് ഞാനാണ് എന്നുള്ള ചിന്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പറിച്ചങ്ങ് കളഞ്ഞേക്കുക. അവരെ മാറ്റാന്നുള്ളത് ഒന്ന് അള്ളാഹിന്റെ ഡ്യൂട്ടിയാണ്, രണ്ട് അവരുടെ ഹൃദയങ്ങളിലുള്ളതിനനുസരിച്ചാണ്, അവരുടെ ലെവലിനനുസരിച്ചാണ് അവർക്ക് മാറ്റങ്ങൾ വരാം. ഓക്കെ, അപ്പം നന്മ ഉപദേശിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ പറ്റുന്ന സാഹചര്യങ്ങളിൽ പറ്റുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഉപദേശിക്കുക. പക്ഷെ ഞാൻ ഉപദേശിച്ചത് കൊണ്ട് അവരങ്ങ് മാറും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ശുദ്ധ വിഡ്ഢിത്താണ്, റിയാലിറ്റി അല്ല. നമ്മളെ ചേഞ്ച് ചെയ്യുക, നമ്മളെ ചേഞ്ച് ചെയ്ത് കൊണ്ടേയിരിക്കുക, പ്രോബ്ലം ഫിക്സ് ആയി നമ്മളുടെ. ഓക്കെ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളുടെ അടുത്ത് പറയേണ്ട കാര്യം ആരുടെ അടുത്താ പറഞ്ഞത്? സത്യവിശ്വാസികളുടെ അടുത്താണ് അല്ലെ. നമ്മൾ മാതൃകയാവലാണ് നമ്മളുടെ ഡ്യൂട്ടി, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ തിരുത്തുക. ഇനി വേറൊരു ലെസൺ നമുക്ക് ഈ ഒരു ആയത്തിൽ നിന്ന് കിട്ടാനുള്ളതെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ ഇപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ റെസ്പെക്ട് ഇല്ലാത്ത വാക്കുകള്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ എന്താ മാറ്റുക. ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിൽ എടുത്തേക്കാവുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു സ്റ്റൈല് കാര്യങ്ങൾ ഒക്കെ മാറ്റാം. അപ്പം ചിലപ്പം ചിലര് അവരുടെ ഒരു സംസാര ശൈലിയായിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് വിഷമമുള്ളത് പറയുന്നുണ്ടാവും, നമുക്ക് വിഷമമുള്ള രീതിയിൽ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പ്രാവശ്യം അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അതേ ടൈപ്പ് അതേ വാക്കുകൾ യൂസ് ചെയ്തില്ലെങ്കിൽ അതേ സ്റ്റൈലിൽ സംസാരിക്കും. എന്നിട്ട് പറയും അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് അപ്പൊ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലെ. അതൊക്കെ എന്താ, നമുക്ക് ഈ ഭൂമിയിൽ ഇങ്ങനെ എവിടെയോ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ജയം, ഒരു സുഖം ഒക്കെ കിട്ടണം തോന്നുമ്പോൾ ആണ് അങ്ങനത്തെ വർത്താനങ്ങളിലൊക്കെ നമ്മൾ പോണത്. അതൊന്നും നല്ല അഖ്ലാഖുള്ള ആളുകളുടെ ലക്ഷണങ്ങളല്ല അല്ലെ, നല്ല സ്വഭാവമുള്ള ആളുകളുടെ ലക്ഷണമല്ല. നമ്മൾ ഖുർആൻ ആണ് നമ്മളുടെ സ്വഭാവം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന, ആ രീതിയിൽ മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പം ഹാർഷായിട്ടുള്ള, മീനായിട്ടുള്ള, അതായത് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ, അവരുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന രീതിയിൽ, അവരെ സ്ലൈറ്റ് ആയിട്ട് ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള വർത്താനങ്ങളൊക്കെ ബോധപൂർവം ഒഴിവാക്കുന്നത്. സ്വിച്ചിട്ട പോലെ ഇന്ന് നിർത്തിയ നാളെ തീരുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മളത് എന്നാ നമ്മളുടെ ചേഞ്ച് ലിസ്റ്റിൽ അല്ലെ, നമുക്ക് മാറാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റിൽ എഴുതി വെച്ച് ദുആ ചെയ്ത് മെല്ലെ 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 കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓരോ പ്രാവശ്യവും ഓരോ സിറ്റുവേഷനിലും അത് മാറ്റാൻ ശ്രമിക്കുക. ഇനി അത് നമ്മൾ അറിയാതെ പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ അള്ളാഹിന്റെ അടുത്തേക്ക് സിഫാറ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുക, അത് സീരിയസ് ആക്കി എടുത്തിട്ട്. അപ്പൊ നമ്മൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്കത് സാവധാനം മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം, നമ്മൾ ആരടുത്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പം അവർക്ക് അതിനൊരു ആൾട്ടർനേറ്റീവ് കൊടുക്കണം. ഇത് നമ്മൾ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം. നമ്മൾ ആരടുത്തെങ്കിലും ഒരു കാര്യം അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പം അതിന് നമുക്ക് വേറൊരു അത് ചെയ്യരുത് പക്ഷെ ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കണം അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ റാഇന എന്ന് പറയരുത് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല അല്ലെ. റാഇന നിങ്ങൾ പറയത്, ഇനി എന്താ പറയേണ്ടത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോ എന്ന് പറയല്ല. പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്ത് പറയാണ് വഖൂലു ഉൻദുർന, പകരം നിങ്ങൾ ഉൻദുർന എന്ന് പറയുക. നമ്മൾ പൊതുവെ അല്ലെ നമ്മളെ മക്കളുടെ അടുത്താണ് എപ്പോഴും അത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറെ അങ്ങ് കൊടുക്കും. അവര് സ്റ്റക്ക് ആവുകയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. നിങ്ങൾ ആ ഷോ കാണരുത്, അല്ലെങ്കിൽ ടാബ് എടുക്കരുത്, ലാപ്ടോപ്പ് എടുക്കരുത്, ഫോൺ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എടുക്കരുത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർക്ക് ചെയ്യാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവർ ചെയ്യുന്നതാണ് അതല്ലേ. നിങ്ങൾ സ്റ്റോപ്പും പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ പണിക്ക് അങ്ങ് പോവും. അവരെന്ത് ചെയ്യും, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർ അതുകൊണ്ട് കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് തന്നെ വരുന്നത് അല്ലേ. കുട്ടികൾ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആകെ ഭയങ്കര
നിർബന്ധ ബുദ്ധിയോടുകൂടി അല്ലെ നമ്മൾ പറഞ്ഞവരെ അനുസരിക്കുന്ന രീതിയിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനേ നമുക്കറിയുള്ളൂ. പക്ഷെ അവരുടെ ഒരു എന്താ പറയാ എംപതൈസ് ചെയ്യുക, അവരുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് അവരുടെ ഷൂല് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ. അവരെന്തുകൊണ്ട് അത് ചെയ്യുന്ന, അവർക്ക് ഭയങ്കര എനർജിയാ. ചെറിയ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അരി ഫുൾ ടൈം ഉറങ്ങി തീർക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല അല്ലെ, വെറുതെ ഇരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ അവരുടെ അടുത്ത് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക, അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ അല്ലെ, അവരുടെ അടുത്ത് നമ്മൾ ടാബും സംഭവം ഫോണും ഒക്കെ വാങ്ങി വെക്കുമ്പം നമ്മൾ അവർക്ക് കമ്പനിയെങ്കിലും കൊടുക്കുക. അവർക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ അടുത്ത വീട്ടിൽ പോയി കളിക്കും അല്ലേ, നാട്ടിലൊരു ഗ്രൗണ്ട് ഉണ്ടാവും, ആൺകുട്ടികളാണെങ്കിൽ അവിടെ പോയി ഫുട്ബോൾ കളിക്കും, പെൺകുട്ടികളാണെങ്കിൽ ഒന്നിച്ച് ഉമ്മയും ഉപ്പയും കളിക്കും. അങ്ങനത്തെ പല പരിപാടികളൊക്കെ അന്നുണ്ടായിരുന്നു. ഇന്നിപ്പോ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അല്ലെ. ഒരു പൂട്ടിയിട്ട വീട്ടിനകത്താണ് അവർ, അടുത്ത വീട്ടിലേക്ക് അടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്നതെന്ന് പോലും മിക്ക കുട്ടികൾക്കും അറിയൂല. അവരെന്ത് ചെയ്യും ഇതല്ലാതെ? അപ്പൊ ഇതും നമ്മൾ അങ്ങോട്ട് വാങ്ങി വെക്കുക. അവരെന്ത് ചെയ്യും? നമ്മൾ അവർക്ക് കമ്പനി കൊടുക്കുവോ? ഇല്ല. കാരണം നമുക്ക് നമ്മളെ തോണ്ടല് വേറെ നടക്കുന്നുണ്ട് അല്ലെ, ഫോണിൽ തോണ്ടല്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് അവരുമായിട്ട് സംസാരിക്കാൻ നമുക്ക് ഒരുപാട് നേരം ഒന്നും സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല അല്ലെ, അവരായിട്ട് കളിക്കാന്. കാരണം അവർക്ക് ഉണ്ടായിരുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കും. അവർ വേറെ ആൾക്കാരുടെ അടുത്ത് വേറെ കുട്ടികളുടെ കൂടെ കളിക്കാനുള്ള ഓപ്ഷൻ അവർക്കില്ല. ഇനി അവർ ഒറ്റയ്ക്ക് എത്ര നേരം എന്ന് വെച്ച് കളിക്കും, ഒറ്റയ്ക്ക് അവർ എത്ര നേരം എന്ന് വെച്ച് സംസാരിക്കും? നമ്മൾ അവരുടെ അടുത്ത് ഒരുപാട് നേരം സംസാരിക്കോ? അതും ഇല്ല. അപ്പം എപ്പോഴും അങ്ങനെ നമ്മൾ ആരെടുത്തും, കുട്ടികളുടെ ഒരു ഉദാഹരണം, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ആരെടുത്തും എന്തും സ്റ്റോപ്പ് എന്ന് പറയുമ്പം അവർക്ക് അതിന് പകരം ഒരു ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക, ഒരു ആൾട്ടർനേറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പം നമ്മളിത് മുമ്പ് എപ്പോഴെങ്കിലും ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ, ബർത്ത്ഡേ പാടില്ല എന്നൊക്കെ നമ്മൾ മക്കളുടെ അടുത്ത് പറയും. അവരെന്ന് വെച്ചാൽ മറ്റുള്ളവർ ആ ഒരു സമയത്ത് സന്തോഷിക്കുന്നത് കണ്ട് അവർക്ക് ആ ഒരു ഫീലിംഗ്, ആ ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഈ ബർത്ത്ഡേ എന്ന് പറയുന്നത് ആഗ്രഹിച്ചു പോകുന്നത്. പകരം നമ്മൾ അവർക്ക് വേറെ ഓപ്ഷൻ കൊടുക്കുക അല്ലെ. അവര് ഒരു നല്ല മാർക്ക് വാങ്ങി വരുമ്പം അവർക്ക് വേണ്ടി ഒരു കേക്കോ ഇനി എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോ, കൊടുത്തോ, ആ സ്നേഹം അറിയിച്ചോ, അവർക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുത്തോ, അവർക്ക് ആ സന്തോഷം കിട്ടും. അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യമാണ് ചെയ്യുന്നതും. അപ്പം എപ്പോഴും ആരെടുത്തും നോ, സ്റ്റോപ്പ് എന്നൊക്കെ പറയുമ്പോൾ അവരെ സിറ്റുവേഷനും കൂടെ മനസ്സിലാക്കുക, അവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നു. അപ്പം അവർക്ക് ഇതിന് പകരം അല്ലെ, ചിലര് നല്ല വലുതായ മക്കൾ, ചിന്തിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ അവരൊരു പക്ഷെ അതനുസരിക്കുമ്പോൾ അതിന് ഓൾട്ടർനേറ്റ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു 99% ആളുകൾക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒന്നും നോ പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ചെയ്യുന്നതിന്റെ കാരണം ഒന്ന് ഇതാണ്, കാരണം പകരം എന്ത് ചെയ്യുന്നു അറിയാത്തതാണ്. അപ്പം അത് ചിന്തിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കമാൻഡ് നമുക്ക് തരുമ്പോൾ അല്ലെ, നമുക്ക് ഇതിനകത്ത് ഒരു കമാൻഡ്, ഒരു കൽപ്പന തന്നതാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതിന് വേറൊരു ഓപ്ഷനേ ഇല്ല അല്ലെ. അള്ളാഹു പറയാണ് വസ്മഉ, നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് കേൾക്ക്, അത് അനുസരിക്കേ, ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു കമാൻഡ് തരുമ്പം അത് നമ്മളെ വാക്കുകൾ മാറ്റാനാണെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ മാറ്റാനാണെങ്കിലും നമ്മുടെ സ്വഭാവം മാറ്റാനാണെങ്കിലും നമ്മളുടെ സംസാരം എന്തിനെ മാറ്റാനാണെങ്കിലും നമുക്ക് വൈ അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനേ ഇല്ല അല്ലെ. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അള്ളാഹ് പറഞ്ഞതാണ്, അതിന് പിന്നെ ചോദ്യം ഇല്ല. കാരണം അത് ആക്സെപ്റ്റ് ചെയ്യാത്തവരുടെ കാര്യം, അത് നിഷേധിക്കുന്നവരുടെ കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ്? വലിൽ കാഫിരീന അദാബുൻ അലീം. അള്ളാഹു ഒരു കൽപ്പന തന്നിട്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഈമാനുള്ളവരെ, നിങ്ങൾ ഇന്നത് ചെയ്യ്, നിങ്ങൾ അത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്ക്, വസ്മാവോ, നിങ്ങൾ അനുസരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു തൊട്ട് പിന്നാലെ എന്താ പറയുന്നത്? വലിൽ കാഫിരീന, നിഷേധിക്കുന്നവർക്ക് അല്ലെ. കാഫിർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വേഗം, പണ്ട് മുതലേ നമ്മളൊരു പ്രശ്നം, അത് കാഫറുകൾ മുസ്ലിങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. വലിൽ കാഫിരീന എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തെ നിഷേധിക്കുന്നവരാണ് അല്ലെ. അപ്പൊ അള്ളാഹിന്റെ കൽപ്പന, അള്ളാഹ് ഒരു കൽപ്പന പറഞ്ഞിട്ട് അത് നമ്മൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരിൽ പെട്ടു? വലിൽ കാഫിരീന. ഒരു വ്യത്യാസവും ഇല്ല അല്ലെ. അവർക്ക് എന്താ ഉള്ളത്? അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു ആകുന്നതിനെ തൊട്ട് നമ്മളെയും, നമ്മളെ മക്കളെയും, നമ്മളെ വരുന്ന തലമുറകളെയും, എല്ലാരെയും, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്തൊരു ലെസൺ എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകളെ ട്വിസ്റ്റ് ചെയ്ത് അതിന് വേറെ മീനിങ് കൊടുത്ത് അവരെ പരിഹസിക്കുക, കളിയാക്കുക, ചിരിക്കുക എന്നൊക്കെയുള്ള ഒരു സംഭവം. അതായത് പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരേ ഭാഷ തന്നെ സംസാരിക്കുന്നവർക്ക് വേറെ വേറെ സ്ലാങ് ഉള്ളവരുണ്ടാവില്ലേ. ഇപ്പം നമ്മളൊക്കെ ഇടയിൽ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഭാഷയൊക്കെ മലയാളമൊക്കെ തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് സ്ലാങ് ഉണ്ടാവും. ആ സ്ലാങ്ങിന്റെ പേരിൽ നമ്മളെ പരിഹസിക്കുക അല്ലെ. അതൊക്കെ ഒരു മോശം അഖ്ലാഖിന്റെ ലക്ഷണങ്ങളാണ്.
മോശം സ്വഭാവ ഗുണങ്ങളുടെ ലക്ഷണങ്ങളാണ്. ഓക്കെ. മോശം അഖ്ലാഖുള്ള, ചീത്ത അഖ്ലാഖുള്ളവരുടെ സംസാരം ചീത്തയായിരിക്കും. അവര് എന്താണ്, മറ്റുള്ളവരുടെ സംസാരത്തിനെ പരിഹസിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരത്തിനെ വളച്ചൊടിക്കുക എന്നുള്ളത്, പരിഹസിക്കുക എന്നുള്ളതൊക്കെ ചീത്ത അഖ്ലാഖിന്റെ, മോശം സ്വഭാവ ഗുണങ്ങളുടെ ലക്ഷണങ്ങളാണ്. ഇത്തരത്തില് നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും പലപ്പോഴും പെട്ടുപോവാറുണ്ട് അല്ലെ. നമ്മൾ നല്ല അഖ്ലാഖുള്ള ആളുകൾ, ഖുർആൻ അഖ്ലാഖായിട്ടുള്ള ആളുകളായി മാറണമെന്നുണ്ടെങ്കിൽ ഇതിന്നൊക്കെ നമ്മൾ മെല്ലെ 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 അല്ലെ ഈ ഓരോ കുഞ്ഞു പോയിന്റും എഴുതി വെച്ച് ജീവിതത്തിൽ മെല്ലെ കൊണ്ടുവന്നേ രക്ഷയുള്ളൂ. ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അള്ളാന്റെ കൽപ്പനക്കാളും വലുതായിട്ട് വേറൊന്നുമില്ല അല്ലെ. ഇവിടെ നമ്മൾ നിസ്സാരമായിട്ടുള്ള നൈമിഷികമായിട്ടുള്ള ഈ ജീവിതത്തിൽ സന്തോഷം അല്ലെങ്കിൽ ഹരം കിട്ടാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അവിടെ നമുക്ക് വലിയൊരു സംഭവം അല്ലെ, സ്വർഗം എന്ന് പറയുന്ന പെർമനന്റ് ആയിട്ടുള്ള നമ്മുടെ വാസസ്ഥാനം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മൾ എഫേർട്ട് എടുക്കുന്നതിൽ ഒരു നഷ്ടവുമില്ല. അപ്പൊ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എഴുതി വെച്ച് ദ്വാ ചെയ്ത് ശ്രമിച്ച് വീണ്ടും വീഴുമ്പോൾ തൗബ ചെയ്ത് മടങ്ങി വീണ്ടും ശ്രമിച്ച് മാറാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു എളുപ്പം തരും എല്ലാ കാര്യത്തിനും. ഇപ്പൊ നമുക്ക് പറ്റൂല എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യത്തിനും എനിക്കും നിങ്ങൾക്കും അല്ലെ, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോയ, നമ്മുടെ സിസ്റ്റത്തിൽ കയറിപ്പോയിട്ടുള്ള കുറെ വൈറസുകളുണ്ട് അല്ലെ. അതിനൊക്കെ മാറ്റാൻ പറ്റൂല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ മാറ്റം തന്നെ വേണം, നമ്മൾ ശ്രമിക്കണം. അപ്പം ആൾക്കാരെ കളിയാക്കുന്ന ഒരു സിസ്റ്റം ഉള്ള ചിലർക്ക് അതെന്താ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ. എന്തെങ്കിലും പറയുമ്പോൾ ആൾക്കാരെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ച് ചിരിച്ചുകൊണ്ടും അവരുടെ സംസാരങ്ങളെ കളിയാക്കിക്കൊണ്ടും അവരുടെ രീതികളെ കളിയാക്കുന്നത്, ആക്ഷൻസിനെ കളിയാക്കുന്നത്, എല്ലാത്തിനും കളിയാക്കി സംസാരിക്കൽ ഒരു ശീലമുള്ള ആളുകളുണ്ട്. ഇനി ശീലം അല്ലെങ്കിലും നമ്മൾ അല്ലെ, നമ്മളെ ആക്സിഡന്റലി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഒഴുക്കിൽ അങ്ങനെ വന്നു പോകാറുണ്ട് നമുക്കൊക്കെ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്നും നല്ല അഖ്ലാഖിന്റെ ലക്ഷണങ്ങളല്ല, ഖുർആൻ അഖ്ലാഖായിട്ടുള്ള ആളുകളുടെ ലക്ഷണങ്ങളല്ല. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. അപ്പൊ ചെറിയ ഒരു ആയത്ത് കഴിഞ്ഞു. ഒരുപാട് ലെസൺസ് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം. 105-ാമത്തെ ആയത്ത്, മാ യവദ്ദുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രികീന അൻ യുനസ്സല അലൈക്കും മിൻ ഖൈറിൻ മിൻ റബ്ബിക്കും വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും വല്ല തിന്മയും നിങ്ങളുടെ മേൽ ഇറക്കപ്പെടുന്നത് വേദക്കാരിലും ബഹുദൈവ ആരാധകന്മാരിലും പെട്ട സത്യനിഷേധികൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് അവൻ ഇച്ഛിക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. അള്ളാഹു മഹത്തായ ഫദ്ല്, അനുഗ്രഹം ഉള്ളവൻ ആണ്. വാക്കർത്ഥം നോക്കാം. മാ നോ അല്ല, ഇല്ല. യവദ്ദു ഇഷ്ടപ്പെടുന്നില്ല, അവൻ ഇഷ്ടപ്പെടുന്നില്ല. വുദ് വാവ് ദാൽ ദാൽ നമ്മൾ മുമ്പ് കണ്ടതാണ്. അള്ളാഹുവിന്റെ അൽ വദൂദ് എന്നുള്ള പേരൊക്കെ ഇതിൽ നിന്ന് വന്നതാണ്. അല്ലദീന കഫറു യാതൊരുവർ അവിശ്വസിച്ചുവോ, അതായത് സത്യനിഷേധികൾ, സത്യത്തെ നിഷേധിച്ചവർ. മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽ നിന്നുള്ള, ഓക്കെ, അഹ്ലുൽ കിതാബിൽ നിന്നുള്ള. വലൽ മുഷ്രിക്കീന മുഷ്രിക്കീങ്ങളിൽ നിന്ന് പെട്ട, അതായത് ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവരും അവരും ഇല്ല. ഓക്കെ. മായവദ്ദു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വേദക്കാരിൽ പെട്ട വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും ഇഷ്ടപ്പെടുന്നില്ല. യുനസ്സല ഇറക്കപ്പെടുന്നത്, നൂൻസായിലാം മുമ്പ് കണ്ടിട്ടുള്ള റൂട്ട് തന്നെയാണ്. അലൈക്കും നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, മിൻ ഖൈറിൻ ഏതൊരു നന്മയും, ഓക്കെ, നന്മയിൽപ്പെട്ട എന്തൊന്നും, മിൻ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന്, വല്ലാഹു അള്ളാഹു, യഖ്തസ്സു പുതിയ റൂട്ടാണ്, സ്വാദ്, അതായത് പ്രത്യേകം തെരഞ്ഞെടുക്കുക, സ്പെഷ്യൽ ആയിട്ട് തെരഞ്ഞെടുക്കുക, പ്രത്യേകമാക്കുക എന്നുള്ള അർത്ഥം. ബിറഹ്മതിഹി മീം റഹ്മത്ത്, അവന്റെ കാരുണ്യത്തിന് വേണ്ടി അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു. മയ്യഷ അവൻ ഉദ്ദേശിക്കുന്നവനെ, യാതൊരുത്തനെ അവൻ ഉദ്ദേശിക്കുന്നോ അവനെ. അള്ളാഹു ദുൽ ഫദ്ലിൽ, ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം ഓൺ ചെയ്യുക, പൊസസ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുന്നതിനാണ്, അല്ലെങ്കിൽ അതിന്റെ ഓണർ ആയിരിക്കുന്നതിനാണ് ദു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ദു, ദി, ദാത്ത എന്നൊക്കെ കാണാം. ഓക്കെ. ദുൽ ഫദ്ല്, ഫദ്ലിന്റെ ഉടമസ്ഥൻ. ഫദ്ല് എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ, അതായത് നെക്സ്റ്റ് ലെവലിലെ എക്സ്ട്രാ ആയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഫദ്ല്. അപ്പം ഫദ്ലിന്റെ ഉടമസ്ഥനാണ്, അനുഗ്രഹത്തിന്റെ ഉടമസ്ഥനാണ്. അൽ അദീം മഹത്തായ, വമ്പിച്ച, ഗ്രേറ്റ്. ഓക്കെ. തഫ്സീർ നോക്കാം. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പിലെ യഹൂദികള്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുന്നത് അല്ലെ. ഈ റായിന എന്നുള്ള ഒരു വാക്ക് നല്ല മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നതിന് പകരം അതിന് വേറെ ഉദ്ദേശമൊക്കെ വെച്ച് റോങ് ആയിട്ട് അവരെന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, എന്തിനാണ് റെസ്പെക്ട് ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലെവിറ്റി എന്നൊക്കെ അഡ്രസ് ചെയ്ത് മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തായിരുന്നു അവരുടെ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാച്ചു. അതിനുള്ള ഉത്തരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. നമ്മൾ തന്നെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരും നമ്മളെ ഹാരസ് ചെയ്യുന്നത് അല്ലെ, നമ്മളെ മോശമായിട്ടുള്ള വാക്കുകൾ നമ്മളെ അടുത്ത് ഉപയോഗിക്കുന്നത്, നമ്മളോട് തെറ്റുകൾ ചെയ്യുന്നത്, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഓരിങ്ങനെ ചെയ്യുന്നത്, അല്ലെ ഞാൻ എന്ത് ചെയ്തിട്ടാ അല്ലെ. ഇത് പറയാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ജീവിതത്തിൽ അല്ലെ. ഞാൻ എന്ത് ചെയ്തിട്ടാ ഓര് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ, ഞാൻ എന്ത് പറഞ്ഞിട്ടാ അവരെന്നെ ഇത്ര മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ റീസൺ പറയാണ് എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഹൂദികൾ പരിഹസിച്ച കാര്യം പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് പിന്നാലെ അള്ളാഹു എന്തുകൊണ്ടാണ് എന്ന് പറയാണ്. മാ യവദ്ദുല്ലദീന കഫറു അല്ലദീന കഫറു അവിശ്വസിച്ചവര്, സത്യനിഷേധികള്, മാ യവദ്ദു അവര് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് ഇഷ്ടപ്പെടുന്നില്ല, ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മാ യവദ്ദു വാവ് ദാൽ ദാൽ വുദ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. അത് സാധാരണ ഇഷ്ടമല്ല, പ്യോർ ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള, അത് ഹൃദയത്തിന്റെ അടിയിൽ നിന്ന് അത്ര സിൻസിയർ ആയിട്ട് നമുക്ക് അത്ര അതിയായ ആഗ്രഹം ഉണ്ടാവുക, അല്ലെങ്കിൽ അത്ര അതിയായ ഒരു ഇഷ്ടം എന്തിനോടെങ്കിലും ഉണ്ടാവുക, അതിനാണ് വുദ് എന്ന് പറയുന്നത്. മാ യവദ്ദുല്ലദീന കഫറു അവിശ്വാസികള് അവർക്ക് തീരെ ആഗ്രഹമില്ല, തീരെ ഇഷ്ടമില്ല. എന്താണ് ഏത് തരത്തിലുള്ള അവിശ്വാസികളാണ്? മിൻ അഹ്ലിൽ കിതാബിൽ നിന്നുള്ള സത്യനിഷേധികൾക്ക് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്താണ്, ആരാണ് അഹ്ലുൽ കിതാബ്? യഹൂദികളും നസ്വാറാക്കളും അല്ലെ. യഹൂദികളും നസ്രാനി, ജൂതന്മാരും ക്രിസ്ത്യാനികളും. അവരെന്തുകൊണ്ടാണ് അഹ്ലുൽ കിതാബ് എന്ന് വിളിക്കാൻ കാരണം? അവര് ഗ്രന്ഥം നൽകപ്പെട്ട ആൾക്കാരായിരുന്നു അല്ലെ. തൗറാത്ത്, ഇഞ്ചീല് പ്ലസ് സബൂർ അവർക്ക് ഗ്രന്ഥം നൽകിയ ആൾക്കാരാണ്. അപ്പം അവർക്ക് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ വേറൊരു കൂട്ടരെയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? വലൽ മുഷ്രിക്കീൻ, മുഷ്രിക്കുകൾ എന്ന് വെച്ചാൽ ഷിർക്ക് ചെയ്യുന്നവർ അല്ലെ, അള്ളാഹുവില് പങ്കു ചേർക്കുന്ന, അള്ളാഹുവിന്റെ കൂടെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ആരാധിക്കുന്ന ആളുകൾ. അപ്പം അവിശ്വസിക്കുന്നവരും അല്ലെങ്കിൽ അതായത് അഹ്ലുൽ കിതാബിൽ നിന്ന് അവിശ്വസിക്കുന്ന ആളുകളും മുഷ്രിക്കീങ്ങളും അവർക്ക് തീരെ ഇഷ്ടമല്ല എന്ത്? യുനസ്സല ഇറക്കപ്പെടുക. ഇറക്കപ്പെടുന്നത് എന്ത് ഇറക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആർക്ക് ഇറക്കപ്പെടുന്നത്? അലൈക്കും നിങ്ങളുടെ മേൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ സത്യവിശ്വാസികളുടെ അടുത്ത് പറയാണ് ഈ അവിശ്വാസികൾക്കും മുശ്രിക്കീങ്ങൾക്കും, അഹ്ലുൽ കിതാബിൽപ്പെട്ട അവിശ്വാസികൾക്കും മുശ്രിക്കീങ്ങൾക്കും തീരെ ഇഷ്ടമല്ല എന്ത്? നിങ്ങളുടെ മേൽ ഇറങ്ങുന്നത് മിൻ ഖൈറിൻ, ഒരു നന്മ പോലും. ഒരു നന്മ പോലും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന്. ഖൈർ അപ്പം അവർക്ക് ഒട്ടും താല്പര്യമില്ല നിങ്ങളുടെ റബ്ബിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ നിങ്ങളിലേക്ക് ഇറങ്ങുന്നത്, നിങ്ങൾക്കൊരു നന്മ ഉണ്ടാവുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇവിടെ ഖൈർ എന്നുള്ള വാക്ക് തൻവീനോട് കൂടിയാണ്, അൽ ഇല്ലാതെ തൻവീൻ ഉള്ളതായിട്ടാണ് വന്നത്. 2 കസ്ര കാണാം അല്ലെ. മിൻ ഖൈറിൻ 2 കസ്ര എന്ന് അല്ലെങ്കിൽ 2 കസ്ര 2 വമ്മ 2 ഫത്ഹ ഒക്കെ വരുന്ന വാക്കുകൾ നക്കിറ എന്ന് പറയും, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള. അതായത് അൽ ഉള്ള വാക്കിന് മഅരിഫ എന്ന് പറയും, തൻവീൻ ഉള്ള വാക്കുകൾക്ക് നക്കിറ എന്ന് പറയും. അൽ ഉള്ള വാക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം അൽ കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഇന്ന ബുക്കാണ്, ഏതോ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഇന്ന ഒരു സാധനത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലെങ്കിൽ ഇന്നതാണെന്ന് അറിയുന്നതിനാണ് അൽ വരാ. പക്ഷെ കിതാബുൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ബുക്ക്. അപ്പം ഇവിടെ ഖൈറുൻ എന്നുള്ള ഫോമിൽ, അതായത് മിൻ ഖൈറിൻ എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നക്കിറയാണ്. അപ്പം ഒരു തരത്തിലുള്ള, അതായത് ഏതൊരു ഖൈർ ആയിക്കോട്ടെ ഒരു ഖൈറും അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള പോലെ, മനസ്സിലായോ? അപ്പം നക്കിറ ഫോമാറ്റിൽ വരുമ്പം അതിന് ഇത്തരത്തിൽ പല ഇംപ്ലിക്കേഷൻസും വരാറുണ്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. ഇവിടെ അതായത് ഒരു തരത്തിലുള്ള ഖൈറും അവർക്ക് എന്താണ് താല്പര്യമില്ല. അതൊരു കുറച്ചായിക്കോട്ടെ, കുറെ ആയിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, അവിടെ ആയിക്കോട്ടെ, അവർക്ക് ഒരു തരത്തിലുള്ള ഖൈറും നിങ്ങൾക്ക് വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവര് നിങ്ങൾ ഇഹലോകത്ത് സക്സസ്ഫുൾ ആവുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുന്ന ഇഷ്ടമല്ല, സമ്പത്ത് ഉണ്ടാവുന്ന ഇഷ്ടമല്ല, വിജയം ഉണ്ടാവുന്ന ഇഷ്ടമല്ല, ഇഹത്തിലായിക്കോട്ടെ പരത്തിലായിക്കോട്ടെ. ഒരു കുറച്ച് പോലും ഉണ്ടാവുന്നത് അത്ര പോലും, അതായത്
ഏതർത്ഥത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു ഹൈർ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ ഒരു തെൻവീൻ എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു യൂസേജിന്റെ ഇംപ്ലിക്കേഷനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതായത് ഒരു തരത്തിലുള്ള ഒരു ഇത്തിരി പോലും ഇഹത്തിലോ പരത്തിലോ ഒരു തരത്തിലുള്ള ഹൈറും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് പറയുമ്പോഴും ഇത് എല്ലാ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുഷ്രിക്കുകളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. അവരിൽ ചിലര്, അതും അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാ യവദ്ദുല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീൻ, മിൻ അവരിൽ നിന്ന് ചിലർക്ക്. ഓക്കെ, അപ്പം അവിശ്വസിച്ചവർക്കും മുശ്രിക്കുകളായിട്ടുള്ള അഹ്ലിൽ കിതാബിൽ നിന്ന് അവിശ്വസിച്ചവർക്കും മുശ്രിക്കുകളായിട്ടുള്ള ചിലർക്ക് തീരെ ഇഷ്ടമല്ല, അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഓരോ വാക്കിനും അവിടെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. മിൻ അഹ്ലിൽ കിതാബി അവരിൽ ചിലർക്ക്, അവർക്ക് ഒരു തരത്തിലുള്ള നന്മയും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് കിട്ടുന്നത് അവർക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ഒരു തരത്തിലും നന്മ ഇല്ലാതിരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. ഇഹത്തിലാണെങ്കിലും നിങ്ങളുടെ ദീനിലാണെങ്കിലും പരലോകത്താണെങ്കിലും ഇഷ്ടമല്ല. ആർക്കാണ് പൊതുവെ അല്ലെ നമുക്കൊരു തരത്തിലുള്ള നന്മയും ഇഷ്ടമില്ലാതിരിക്കുക, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊരു തരത്തിലും നന്മ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരാണ്? അത് നമ്മൾ അറിയാത്ത ആൾക്കാർ എന്തായാലും ഇപ്പൊ നമ്മളെ കുറിച്ചൊന്നും ചിന്തിക്കൂല അല്ലെ, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരും അല്ല, നമ്മളുടെ ഫ്രണ്ട്സും അല്ല. പകരം നമ്മളെ വെറുക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളെ ഒരു പക്ഷെ വെറുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെ, നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഉണ്ടായിരിക്കാം. അവർക്കാണ് നമുക്ക് ഒരു തരത്തിലും, അതായത് നമ്മളുടെ ശത്രുക്കള് ബേസിക്കലി ഒരു തരത്തിലും ഗുണമുണ്ടാവുന്നത് ഇഷ്ടമില്ലാത്ത ആളുകൾ അല്ലെ. അപ്പം എന്തുകൊണ്ടാണ് യഹൂദികളും മുശ്രിക്കുകളും മുസ്ലിങ്ങളോട് ഇത്രയധികം അല്ലെ, നമ്മളിപ്പോ പറഞ്ഞു അഹ്ലുൽ കിതാബിലും മുശ്രിക്കുകളിലും പെട്ട ചിലർക്ക്, നിഷേധികൾ, അഹ്ലുൽ കിതാബിലെ നിഷേധികൾ, സത്യനിഷേധികളിലും മുശ്രിക്കുകളിലും പെട്ട ചിലർക്ക് നിങ്ങൾക്ക് ഒരു നന്മയും ഉണ്ടാവുന്നത് ഇഷ്ടമല്ല. അവരെന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ ഇത്രയധികം വെറുക്കുന്നത്? എന്തായിരുന്നു അവരുടെ പ്രോബ്ലം? അവരുടെ അസൂയയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഗ്രന്ഥം കൊടുത്തു, നുബുവത്ത് കൊടുത്തു അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അവസാനത്തെ നബിയായിട്ട് തെരഞ്ഞെടുത്തു. അപ്പം അതിന് യഹൂദികൾ അല്ലെങ്കിൽ അഹ്ലുൽ കിതാബിൽപ്പെട്ടവര് എന്തിനാണ് അതിന് അസൂയ വെച്ച് പുലർത്തുന്നത്? എന്താ കാരണം? നമുക്കറിയാം അല്ലെ, സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മിയായിട്ടുള്ള, നിരക്ഷരരായിട്ടുള്ള, അറിവില്ലാത്ത, സാധാരണ അവര് ലോ ക്ലാസ് ആയിട്ട് കണ്ട അല്ലെ, മദീനയിലെ ജൂതന്മാര് വളരെ ലോ ക്ലാസ് ആയിട്ട് കണ്ടിട്ടുള്ള ഉമ്മിയായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരാളെ നബിയാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ഈ ബനൂ ഇസ്രായേല് പിന്നെ പടർന്ന് പന്തലിച്ച് വിവരവും അറിവും സമ്പത്തും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുമ്പോൾ ഒന്നിനും കൊള്ളാത്ത ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാളെ നബിയായിട്ട് തെരഞ്ഞെടുത്ത് അവരുടെ അസൂയ സമ്മതിക്കുന്നില്ല അല്ലേ. പക്ഷെ മുശ്രിക്കീങ്ങൾക്കോ, അവർക്ക് എന്താ പ്രശ്നം? കാരണം അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഉമ്മിയായിരുന്നല്ലോ അല്ലെ. അവരപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? അവരുടെ ഇടയിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാല് അല്ല, അവർക്കും അസൂയക്ക് കാരണം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, അവര് തന്നെ ഖുറാനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലെ, ഈ രണ്ട് ഗ്രേറ്റ് സിറ്റീസിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത്, ഏത് സിറ്റിയാണ്? മക്കയിൽ നിന്നും ത്വായിഫിൽ നിന്നും അല്ലെ, ഒരാളെ ആയിക്കൂടായിരുന്നോ എന്നൊരു ചോദ്യം അവരുടെ ഉള്ളിലുണ്ട്. എന്തിന്? ഈ അനാഥനായ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം അനാഥകൾക്ക് യാതൊരു എന്താ പറയാ വോയിസും ഇല്ല, ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരു ഷെയറും ഇല്ലാത്ത, കൊടുത്തിട്ടില്ലാത്ത കൂട്ടരാണ് മുശ്രിക്കുകൾ. ഓക്കെ, അവര് സൊസൈറ്റിന്റെ ഒരു ഭാഗമായിട്ടേ അനാഥകളെ കാണാറില്ല, യതീമുകളെ കാണാറില്ല. അപ്പം ഞങ്ങളെപ്പോലെ ഇവിടെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നപ്പം അല്ലെ, ഭയങ്കര ആഭിജാത്യവും അന്തസ്സും സമ്പത്തും ഒക്കെ ഉള്ള ആൾക്കാർ മക്കയിലും തായിഫിലും ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഒന്നിനും കൊള്ളാത്ത ഒരു യതീമായിട്ടുള്ള ഒരു ആളെ സുബ്ഹാനല്ലാഹ് എന്തിന് നബിയായിട്ട് തെരഞ്ഞെടുത്തു? അപ്പം ഈ പറഞ്ഞ കൂട്ടർക്കും അസൂയ ഉണ്ടാവാൻ കാരണമുണ്ട് അല്ലെ. മറ്റവരുടെ പ്രശ്നം ഉമ്മിയായിട്ടുള്ള ഒരാളെ തെരഞ്ഞെടുത്തതായിരുന്നു, ഇവരുടെ പ്രശ്നം ഇവരെ പോലെ പവർഫുൾ ആയിട്ടുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കാത്തതായിരുന്നു. അപ്പം അള്ളാഹു സത്യവിശ്വാസികൾക്ക് വാണിംഗ് തരാണ്, എല്ലാരും നിങ്ങളുടെ അടുത്ത് അത്ര ആത്മാർത്ഥതയൊന്നും ഉള്ളവരായിരിക്കൂല അല്ലെ. ആളുകൾക്ക് നിങ്ങളോട് അത്ര വലിയ ആത്മാർത്ഥതയൊന്നും ഉണ്ടാവില്ല, നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തും. പക്ഷേ ഒരു കാര്യം അള്ളാഹു പറയുന്നു, വല്ലാഹു യഖ്തസു, അള്ളാഹു തെരഞ്ഞെടുക്കുന്നു. യഖ്തസു സ്വാദ്, അള്ളാഹു പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുന്നതിനാണ് യഖ്തസു എന്ന് പറയുന്നത്. സ്പെഷ്യൽ ആയിട്ട് തെരഞ്ഞെടുക്കുന്നു. ബിറഹ്മതിഹി, അവന്റെ കാരുണ്യത്തിന്, മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവരെ. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു അവന്റെ കാരുണ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ഫദ്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തെരഞ്ഞെടുക്കാണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ തീരുമാനമായിരുന്നു അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, ആൾക്കാരുടെ തീരുമാനമല്ല. ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അള്ളാഹു ഇതൊന്നും ചെയ്യുന്നത് അല്ലെ. അള്ളാഹു ചൂസ് ചെയ്യാണ് അവന്റെ കാരുണ്യത്തിന് വേണ്ടി അവന് ഇഷ്ടമുള്ള ആളുകളെ. യഖ്തസ്സു ബിറഹ്മതിഹി മയ്യശാ, അള്ളാഹു തെരഞ്ഞെടുക്കാണ്. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു ഫദ്ലുകളുടെ ഉടമസ്ഥനാണല്ലോ, അതും ഏറ്റവും മഹത്തായ അദീമായ ഗ്രേറ്റ് ആയിട്ടുള്ള ഫദ്ലുകളുടെ ഉടമസ്ഥനാണ് അള്ളാഹു. അള്ളാഹിന്റെ അടുത്ത് എല്ലാ ഫദ്ലും ഉണ്ട്, അള്ളാഹ് എന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്യും ആർക്കാ കൊടുക്കേണ്ടത് അല്ലെ. അദീം ഐൻ ദാദ് മീം. അപ്പം അള്ളാഹു ഫദ്ലുകളുടെ ഉടമസ്ഥനാണെന്നാ പറഞ്ഞല്ലേ. ഫദ്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സാധാരണ അനുഗ്രഹമല്ല, അത് എക്സ്ട്രാ ആയിട്ടുള്ള ബെനിഫിറ്റുകളൊക്കെയാണ് അല്ലെ. നമ്മള് സാലറിയും ബോണസും വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫദ്ല് നിഅമത്തും ഫദ്ലും തമ്മിൽ അല്ലെ. അള്ളാഹു കൊടുക്കുന്ന എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പെഷ്യൽ ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫദ്ല്. അപ്പൊ അള്ളാഹിന്റെ അടുത്ത് അത് ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. ഇതുപോലെ എക്സ്ട്രാ ഫേവേഴ്സ് ഫദ്ലുകള് അള്ളാഹുൽ ഫദ്ലാണ്, അള്ളാഹു അതിന്റെ ഓണറാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ കയ്യിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. അതും സാധാരണ ഫദ്ലല്ല, ഫദ്ൽ എന്ന് പറഞ്ഞാൽ തന്നെ എക്സ്ട്രാ ആണ്, അതും അദീമായിട്ടുള്ള ഫദ്ല് അല്ലെ, മഹത്തായിട്ടുള്ള ഫദ്ലുകളുടെ ഉടമസ്ഥനാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട്, അത് അള്ളാഹ് ആർക്കാ കൊടുക്കുക, അള്ളാഹ് തെരഞ്ഞെടുത്ത ആളുകൾക്ക്. അദീമായിട്ടുള്ള ഫദ്ലുകള്, ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അല്ലെ. അദീം, മഹത്തായിട്ടുള്ളത്. ഫദ്ല്, ഫദ്ല് എന്ന് പറഞ്ഞാൽ സാധാരണമായിട്ടുള്ള അനുഗ്രഹം ഒന്നല്ല, സ്പെഷ്യൽ ആയിട്ടുള്ളത്. പ്ലസ് യഖ്തസ്സു, അള്ളാഹ് തെരഞ്ഞെടുക്കാണ് സ്പെഷ്യൽ ആയിട്ട്, മയ്യഷ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ, ബിറഹ്മതിഹി, അവന്റെ റഹ്മത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സൂപ്പർ സ്പെഷ്യൽ ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ, ഇഹത്തിലും പരത്തിലും. അള്ളാഹിന്റെ ഫദ്ലിന് വേണ്ടിയിട്ട് അല്ലെ, അള്ളാഹിന്റെ റഹ്മത്തിന് വേണ്ടിയിട്ട്, അള്ളാഹിന്റെ അദീമായിട്ടുള്ള ഫദ്ലിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് അള്ളാഹു തെരഞ്ഞെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തില് നമ്മളെല്ലാരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പം പറഞ്ഞു വന്നത് എന്താണ്, അവർക്ക് അല്ലെ, സത്യവിശ്വാസികളെ എല്ലാരും നിങ്ങളോടല്ല വലിയ ആത്മാർത്ഥതയുള്ളവരൊന്നും ആയിരിക്കൂല, അവർക്ക് തീരെ ഇഷ്ടമല്ല നിങ്ങൾക്ക് എന്ത് നല്ലത് വരുന്നത് അല്ലെ, ഒരു ഹൈറ് വരുന്നതും, മിൻ ഹൈറിൻ എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ഹൈറും നിങ്ങൾക്ക് വരുന്നത്, നിങ്ങളുടെ റബ്ബിൽ നിന്ന് വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. ആർക്ക്? അഹ്ലുൽ കിതാബിൽപ്പെട്ട സത്യനിഷേധികൾക്കും മുഷിക്കുകളിലെയും ചില ആളുകൾക്ക് അല്ലെ, അവർക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അള്ളാഹു എന്താണ്, യഖ്തസ്സു, തെരഞ്ഞെടുക്കുന്നു അല്ലെ, ബിറഹ്മതിഹി, അവന്റെ കാരുണ്യത്തിന് വേണ്ടി, മയ്യഷ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു ഫദ്ലുകള്, ഗ്രേറ്റ് ആയിട്ടുള്ള അദീമായിട്ടുള്ള ഫദ്ലുകളുടെ ഓണറാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പ്രതീക്ഷ നൽകുന്ന, ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ആയത്താണ് അല്ലെ. അപ്പം എന്താണ് ഈ ആയത്തിൽ നിന്നുള്ള ലെസൺസ് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളുടെ അടുത്ത് വാൺ ചെയ്യണം. ഇവിടെയുള്ള എല്ലാവരും നിങ്ങളുടെ അടുത്ത് അത്ര വലിയ ആത്മാർത്ഥതയൊന്നും ഉള്ളവർ ആയിരിക്കൊള്ളുന്നില്ല, പ്രത്യേകിച്ച് അവിശ്വാസികളല്ല, കാഫിറുകൾ അല്ലെ. കാഫിറുകൾ എന്ന് പറഞ്ഞാല് നമുക്കറിയാം സത്യം നിഷേധിക്കുന്നവര്, ഈമാൻ ഇല്ലാത്തവര്, യഖീൻ ഇല്ലാത്തവര് അല്ലെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ചുറ്റുപാടും നമ്മളടക്കം ഇതിനകത്തൊക്കെ പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മളുടെയൊക്കെ ഉള്ളിലും അല്ലെ വേറെ പലർക്കും പലതും വരുമ്പം ഈ പ്രശ്നം വരുന്നത് അല്ലെ. അപ്പം യഖീൻ ഇല്ലാത്തവര്, ഈമാൻ ഇല്ലാത്തവര്, കാഫിറുകൾ. അപ്പം നിങ്ങളുടെ ചുറ്റും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് നിങ്ങളുടെ അടുത്ത് പരിപൂർണമായ ആത്മാർത്ഥത ഉണ്ടാവില്ല, അവർക്ക് നിങ്ങൾക്ക് ഒരു നന്മയും വരുന്നത് ഇഷ്ടമല്ല. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ആത്മാർത്ഥത ഇല്ലാതെ ഉണ്ടെങ്കിൽ അല്ലെ, അവർക്ക് നിങ്ങൾക്ക് നന്മ വരുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? അവര് എനിക്ക് നന്മ വരുന്നത് മാത്രം അവർക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല അല്ലെ. അവരിൽ നിന്ന് നമുക്ക് ശത്രുതയെ കിട്ടുള്ളൂ. നമ്മുടെ ചുറ്റുപാടും അതുപോലെയുള്ള ആളുകൾ ഉണ്ടാവും, സത്യനിഷേധികളായിട്ടുള്ള ആളുകളുണ്ടാവും, മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്ക് സത്യവിശ്വാസികൾക്ക് നന്മ വരുന്നത് തീരെ ഇഷ്ടമല്ല അല്ലെ. നമ്മൾ ഭയങ്കര ദീനും ഭയങ്കര അള്ളാനെ അനുസരിച്ച് ജീവിക്കുന്നതൊന്നും കാണുന്നതൊന്നും അവർക്ക് വലിയ ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് നന്മ വരുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടം പോലെ മോശം കാര്യങ്ങൾ കേൾക്കും അല്ലെ. അവർ ഇഷ്ടം പോലെ മോശം കാര്യങ്ങൾ നിങ്ങൾ അവരിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അവർ നിങ്ങളെ വാക്കുകൾ ഉപയോഗിച്ച് മുറിപ്പെടുത്തും, അവരുടെ പ്രവൃത്തികൾ ഉപയോഗിച്ച് മുറിപ്പെടുത്തും. നമ്മളെ ചുറ്റുപാടുമുള്ളവര്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് യഹൂദികൾ വരുമ്പം
അവര് വന്നിട്ട് അസ്സാമു അലൈക്കും എന്ന് പറയാന്ന് അല്ലെ, മരണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി ഉപദ്രവിക്കുമായിരുന്നു, മാനസികമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും. കാരണം അവർക്ക് ഇഷ്ടമല്ല, അതൊരു യാഥാർത്ഥ്യമാണ് അല്ലെ. അപ്പൊ നമ്മളെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ആളുകൾ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാര്, നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാര്, നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകള്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രശ്നവും ഇല്ല, നമ്മൾ വിഷമിക്കുകയേ വേണ്ട. നമ്മൾ എന്തിനാ വിഷമിക്കുന്നത് അല്ലെ? അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമുക്ക് ഉണ്ടായിട്ടാണ് അവർക്ക് ഈ പ്രശ്നം അല്ലെ. പക്ഷെ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മയ്യശാ. അള്ളാഹു അവന്റെ റഹ്മത്തിന് വേണ്ടി അവൻ ഇഷ്ടമുള്ളവരെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ വേറൊരാൾക്കും അത് എടുത്തു കളയാൻ പറ്റില്ല. ആരെങ്കിലും നമ്മളെ അതിന്റെ പേരിൽ വിഷമിപ്പിക്കുകയോ കുത്തുകയോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യേ ഇല്ല അല്ലെ. നമുക്ക് എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ നേടിയത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത്, അതിന്റെയൊക്കെ പേരിൽ നമ്മളുടെ കഴിവുകള്, നമ്മളുടെ ഇനിയിപ്പോ ജോബ് ആയിക്കോട്ടെ, നമ്മള് ദീനി സ്റ്റേറ്റസ് ആയിക്കോട്ടെ, നമ്മളുടെ പ്രവർത്തികളായിക്കോട്ടെ, നമ്മൾക്ക് ആളുകളുടെ ഇടയിലുള്ള അംഗീകാരമായിക്കോട്ടെ, എൽമായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, എന്താണെങ്കിലും അതിന്റെ പേരിൽ ആർക്കെങ്കിലും നമ്മളോട് വെറുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നമ്മളോട് ഇഷ്ടക്കേട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മുടെ ആക്ഷൻസ്, നമ്മളുടെ പ്രവർത്തികൾ നമ്മൾ നന്നാക്കി വെക്കുക. നമ്മുടെ പ്രവർത്തികളുടെ പേരിൽ ആരെങ്കിലും നമ്മളോട് വെറുപ്പ് കാണിക്കുകയാണെങ്കിൽ അത് നമ്മൾ തിരുത്തേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റില്ല, നമ്മളെ നന്നാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ചിന്താതയെ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. അത് നമ്മളെ നന്നാക്കി വെക്കുക. അതിന്റെ മേലെ നമുക്കുള്ളതിന്റെ പേരില്, നമ്മളെ കഴിവുകളെ പേരില്, ഇപ്പൊ പറഞ്ഞല്ല, നമ്മൾ ഈ ലിസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ദീനിന്റെ പേരില്, നമ്മുടെ തഖ്വയുടെ പേരില്, നമ്മുടെ സംസാരത്തിന്റെ പേരില്, നമുക്കുള്ള അംഗീകാരത്തിന്റെ പേരില്, എൽമിന്റെ പേരില്, അറിവിന്റെ പേരില്, എന്താണ് സമ്പത്തിന്റെ പേരില്, ജോലിയുടെ പേരില്, എന്തെന്നായിക്കോട്ടെ, എന്തിന്റെങ്കിലും പേരിൽ ആർക്കെങ്കിലും നമ്മളോട് വെറുപ്പുണ്ടെങ്കിൽ അവര് വെറുത്തവിടെ ഇരുന്നോട്ടെ, നമുക്കൊന്നും ചെയ്യാനില്ല അല്ലെ. ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഡോണ്ട് കെയർ അറ്റ് ഓൾ. അവർക്ക് നമുക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കാൻ പറ്റൂല. അവർക്ക് നമ്മളിൽ നിന്നൊന്നും എടുത്തു കളയാനും പറ്റൂല. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മയ്യശാ. അള്ളാഹു തെരഞ്ഞെടുക്കുന്നതാണ്, അത് അള്ളാന്റെ തീരുമാനമാണ്. അള്ളാഹ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആർക്കും ചെയ്യാൻ പറ്റില്ല അല്ലെ. അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ ആർക്കും എടുക്കാൻ പറ്റൂല. സോ ഡോണ്ട് വറി, തീരെ വിഷമിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളെ വെറുക്കുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളെ വിഷമിപ്പിക്കുന്ന, നമുക്ക് ഉള്ളതിനെ കുറിച്ച് അസൂയപ്പെടുന്ന ആളുകള്. അപ്പൊ നമ്മള് വിഷമിക്കുകയേ വേണ്ട. ഇനി സെക്കൻഡ് പോയിന്റ് എന്താന്ന് വെച്ചാല്, അള്ളാഹ് എന്തെങ്കിലും തന്നു കഴിഞ്ഞാല്, ആർക്കെങ്കിലും അള്ളാഹു എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ തീരുമാനമാണ് അല്ലെ. അപ്പൊ അള്ളാഹ് ഇതുപോലെ നമുക്ക് തന്ന പോലെ വേറെ ആർക്കെങ്കിലും പലതും കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തന്നതിനേക്കാളും കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് അസൂയ ഉണ്ടാവാനും പാടില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ റിസീവിങ് എൻഡിൽ ഇപ്പൊ നമ്മളാ. ഓക്കെ, വേറെ പലർക്കും പലതും അള്ളാഹ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അത് ദീൻ തന്നെയാണെങ്കിലും, എൽമ തന്നെയാണെങ്കിലും, സമ്പത്താണെങ്കിലും, സ്റ്റേറ്റസ് ആണെങ്കിലും, എന്താണെങ്കിലും, ആരെങ്കിലും നമ്മളോട് അസൂയ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെരഞ്ഞെടുത്തതാണ്. അതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉള്ളതിന്റെ പേരിൽ നമുക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അസൂയ പാടില്ല. കാരണം അത് അള്ളാന്റെ തീരുമാനമാണ് അവർക്ക് അത് കൊടുക്കാനുള്ളത് അല്ലേ. അസൂയുള്ള ഒരാള് ആക്ച്വലി അവർക്ക് നമ്മളോടല്ല വെറുപ്പ്. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതിന്റെ പേരിൽ ആൾക്കാർക്ക് നമ്മളോട് അസൂയ ഉണ്ടെങ്കിൽ അവരുടെ വെറുപ്പ് ശരിക്കും നമ്മളോടല്ല, അള്ളാന്റെ തീരുമാനത്തോടാണല്ലോ. കാരണം ഇത് നമുക്ക് കിട്ടാൻ അള്ളാഹ് തീരുമാനിച്ചതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെ നമുക്ക് ആരോടെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ ശരിക്കും അവരോടല്ല നമുക്ക് വെറുപ്പ്, അവർക്ക് അത് കൊടുത്ത അള്ളാഹുവിനോടാണ്, അള്ളാഹുവിന്റെ തീരുമാനത്തോടാണ്. അപ്പൊ അത് ഇത്ര മോശപ്പെട്ട കാര്യല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹിനോടാണ് നമുക്ക് പ്രശ്നം, അത് ആവശ്യമില്ല അല്ലെ. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. കാരണം അവർക്ക് കിട്ടിയതിനോട് അസൂയ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മൾ ആരോടാ ദേഷ്യം കാണിക്കുന്നത്? അള്ളാഹിനോട്. അള്ളാഹ് എന്തിനാ അത് അവർക്ക് കൊടുത്തത് എന്നാണ് ഇൻഡയറക്ട്ലി നമ്മൾ ചിന്തിക്കുന്നത്, പറയുന്നത് അല്ലെ. അപ്പം അങ്ങനെയുള്ള ചിന്ത നമുക്ക് വേണ്ട. ഇനി അവർക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണം തോന്നാൻ നോക്കുക. ഓക്കെ, അവർക്ക് അത് കിട്ടിയല്ലോ എനിക്കത് ഇല്ലല്ലോ എന്ന് തോന്നാൻ നോക്കുക. അവിടെ അസൂയപ്പെടാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാന്റെ അടുത്ത് ചോദിക്കുക. കാരണം ഇവിടെ ഈ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അള്ളാഹ്
അതീമായിട്ടുള്ള ഫضലുകളുടെ ഓണറാണ് അല്ലെ. നമുക്ക് അള്ളാന്റെ അടുത്ത് ചോദിച്ചാൽ പോരെ, എന്തിനാ അസൂയപ്പെടുന്നത്? സുബ്ഹാനല്ലാഹ് അല്ലെ. എത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹ്ക്ക് അവർക്ക് കൊടുക്കാമെങ്കിൽ എനിക്കും തന്നൂടെ അല്ലെ. അള്ളാന്റെ ഖജനാവ് കാലിയാവൂലല്ലോ. അള്ളാന്റെ ട്രഷർ എന്ന് പറയുന്നത് ലിമിറ്റ് ഇല്ലാത്ത ട്രഷേഴ്സ് അല്ലേ. അപ്പൊ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും മേലെയുള്ളത് എനിക്ക് താ, റബ്ബിന്റെ അടുത്ത് ചോദിക്കാം അല്ലെ. അള്ളാഹ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ അസൂയപ്പെടുകയല്ല വേണ്ടത്, ദുൽ ഫദ്ലിൽ അദീമായിട്ടുള്ള റബ്ബിന്റെ അടുത്ത് ചോദിക്കുക അല്ലെ. അപ്പം അസൂയ ഉണ്ടാവാന്ന് പറയുന്നവര് എന്തായാലും പിന്നീട് അതിന്റെ പേരിൽ സഫർ ചെയ്യേണ്ടി വരും. കാരണം അള്ളാഹു അവർക്കെതിരെ പ്രവർത്തിക്കുള്ളൂ അല്ലെ. അള്ളാഹിന്റെ പ്ലാൻ എന്ന് പറയുന്നത് അവർക്കെതിരെ തന്നെ ആയിരിക്കും. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അള്ളാഹ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഒരു ഫുൾ സമൂഹവും അല്ലെ, അവര് വന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിച്ചതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ ഒരു ഫുൾ സമൂഹം വന്നിട്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അള്ളാഹു നിങ്ങൾക്ക് എഴുതിയതല്ലാതെ അല്ലെ അവർക്ക് ഒരു ഉപദ്രവവും നിങ്ങൾക്ക് വരുത്താനും പറ്റൂല. അപ്പം ആളുകൾക്ക് നമുക്ക് പ്രയോജനം ഉണ്ടാക്കാൻ പറ്റില്ല, ഉപദ്രവവും ഉണ്ടാക്കാൻ പറ്റില്ല. അവർക്കൊന്നും തരാനും പറ്റൂല, ഒന്നും എടുത്തു കളയാനും പറ്റൂല. ഡിസിഷൻ ഒക്കെ ആരുടെ അടുത്താണ്? അള്ളാഹ് അസ്സവജൽ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനങ്ങളാണ്. തരുന്നത് അള്ളാഹു ആണ്. അപ്പം അസൂയ വേണ്ട. നമുക്ക് ചോദിക്കാലോ റബ്ബിന്റെ അടുത്ത്, നമുക്ക് വേണ്ടത് എന്തും ചോദിക്കാലോ. റബ്ബിന്റെ ഫദ്ലിന് യാതൊരു അവസാനവും ഇല്ലല്ലോ, കണക്കും ഇല്ലല്ലോ. അതേപോലെ ആർക്കെങ്കിലും നമ്മളോട് അസൂയുണ്ട്, ആരെങ്കിലും നമ്മളെ വെറുപ്പിക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട് അസൂയയുടെ പേരിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് അസൂയപ്പെടേണ്ട കാര്യമില്ല. അവരെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. പകരം അള്ളാന്റെ പ്രൊട്ടക്ഷൻ, അള്ളാന്റെ സംരക്ഷണത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുക. അത് അവരെ അസൂയപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കണ്ട, എപ്പോഴും നമ്മൾക്ക് അള്ളാന്റെ സംരക്ഷണത്തിന് വേണ്ടി തേടണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ അദ്കാറുകളും അല്ലെ, ഹസദിൽ നിന്നുള്ളതും സിഹറിൽ നിന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദുആകളും ഒക്കെ നമ്മൾ ഡെയിലി അത് റെഗുലർ ആയിട്ട് ബോധത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് അള്ളാന്റെ ഖദർ അല്ലെങ്കിൽ ഖദായിൽ ശരിയായ രീതിയിൽ വിശ്വസിക്കുകയും അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും തൃപ്തിയാണ് അല്ലെ. കാരണം അള്ളാഹ് തീരുമാനിച്ചതാണ് എനിക്ക് കിട്ടുക, അള്ളാഹ് തീരുമാനിച്ചതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അള്ളാഹ് തീരുമാനിച്ചത് അള്ളാഹ് എടുക്കുകയും ചെയ്യും. അള്ളാന്റെ തീരുമാനം നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോ പറയുന്നത്, ഒരു പെരല് നമ്മളത് വെച്ച് കുത്തിയാൽ പോലും അതിനകത്ത് അള്ളാന്റെ ഒരു ഖദർ ഉണ്ടായിരുന്നു അല്ലെ. അത് അപ്പൊ നമ്മൾ അള്ളാന്റെ ഖദർ, അള്ളാന്റെ ഖള നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മളെ മനസ്സിലേക്ക് അപ്പൊ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ അല്ലെ. അങ്ങേയറ്റം കണ്ടന്റഡ് ആയിട്ടുള്ള, തൃപ്തിയായിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. അള്ളാഹ് നമുക്ക് തന്നതിനെ കുറിച്ച് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതേപോലെ അള്ളാഹു മറ്റുള്ളവർക്ക് കൊടുത്തതിനെ കുറിച്ച് നമുക്ക് സന്തോഷമായിരിക്കും. അൽഹംദുലില്ലാ, അവർക്ക് അതുണ്ടല്ലോ അല്ലെ. അള്ളാഹ് കൊടുത്തല്ല, അള്ളാഹിന്റെ തീരുമാനമല്ല, അത് അവർക്ക് ഹൈറാണ്. അൽഹംദുലില്ലാ, അള്ളാഹ് എനിക്ക് ഇതാ തന്നത്, ഇതാണ് എനിക്ക് ഹൈർ അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. നമ്മളെ എനർജി ഒന്നും ഇങ്ങനത്തെ കാര്യം, നമ്മളെ തന്നെ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ മാറാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. അതിനു വേണ്ടി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള നെഗറ്റീവ് എനർജികളൊക്കെ മറ്റുള്ളവരെ ഉള്ള അസൂയയും അവര് നമ്മളെ വിഷമിപ്പിക്കുന്നതിന്റെ പേരിലുള്ള വിഷമങ്ങളും, അല്ലെങ്കിൽ അവരെ നന്നാക്കിയിട്ട് നമ്മളെ ജീവിതം സന്തോഷമാവുമെന്ന് വിചാരിച്ചിട്ടുള്ള ശ്രമങ്ങളും, അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് എനർജിയുടെ മേലെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മളിൽ അധികം ആൾക്കാരും. അറിയാതെ പെടുന്നതാണ്. അപ്പം ഇതൊക്കെ നിർത്തിയിട്ട് അല്ലെ നമുക്ക് നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം എനിക്ക് അർഹിക്കുന്ന, എനിക്ക് ഹയറായിട്ടുള്ള ബെസ്റ്റ് അള്ളാഹ് തരുന്നുണ്ട്, അള്ളാഹ് തന്നോണ്ടിരിക്കുകയും ചെയ്യും. അതേപോലെ അവർക്ക് ഹയറായിട്ടുള്ളത് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. ആ ഡിസിഷൻ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല. എനിക്കിനി അധികം വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹ് ദുൽ ഫദ്ലിൽ അദീമാണ്, അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് സിമ്പിളായി, അങ്ങനത്തെ ഒരു കാര്യത്തിന്റെ മുകളിൽ നമ്മുടെ എനർജി കളയേണ്ട. നമ്മുടെ എനർജി മൊത്തം എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ നമ്മൾ മാറുന്നതിന് വേണ്ടി അല്ലെ. അത് നമുക്ക് മരണം വരെ ചെയ്തു കഴിഞ്ഞാലും
തീരാത്ത അത്രയും നമുക്ക് മാറാറുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും, എനിക്ക് എയും ബിയും ആണ് മാറാനുള്ളെങ്കിൽ നിങ്ങൾക്ക് സിയും ഡിയും ആയിരിക്കും മാറാനുള്ളത്, വേറൊരാൾക്ക് ഇയും എഫും ആയിരിക്കും മാറാനുള്ളത് അല്ലേ. ഓരോരുത്തരും വേറെ വേറെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. ഈ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ചേഞ്ച് ചെയ്യാനുള്ള കാര്യം നമുക്കറിയാം. പേഴ്സണലി എനിക്കറിയാം, ഇത് പറയുമ്പോൾ എനിക്ക് എന്തൊക്കെയാ ചേഞ്ച് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അത് എഴുതി വെക്കുക, അതിനെ സീരിയസ് ആക്കി എടുക്കുക, ഫോളോ ചെയ്യുക, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക, ശ്രമിക്കുക, ഓർത്തെടുത്ത് ശ്രമിക്കുക, ഓർമ്മിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് എവിടെയെങ്കിലും എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെക്കുക. നമ്മൾ അതിനകത്ത് സ്ലിപ്പായി കഴിഞ്ഞാൽ തൗബ ചെയ്ത് മടങ്ങുക. ഇതൊക്കെ സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അള്ളാഹിന്റെ ഒരു എളുപ്പം വരാനുണ്ട്. ഓരോ കുഞ്ഞു കാര്യത്തിലും അള്ളാഹിന്റെ എളുപ്പം കിട്ടും. നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും അല്ലെ. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നമസ്കാരവും ക്ഷമയുമാണ്. അവിടെ നമ്മൾ ക്ഷമയുടെ സബറിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു, സബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വീണ് കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റ് പൊടി തട്ടിയില്ലേ റബ്ബിന്റെ അടുത്ത് ഏറ്റു പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്ത് വീണ്ടും ശ്രമിക്കുക. ഇവൻച്വലി അള്ളാഹിന്റെ ഒരു ഹെൽപ്പ്, അള്ളാഹിന്റെ ഒരു എളുപ്പം നമുക്ക് കിട്ടും. അപ്പം അത്തരത്തില് അള്ളാഹിന്റെ ഖലായും അള്ളാഹിന്റെ ഖദറും, അതാണ് നമ്മളിപ്പോ പറഞ്ഞത്, അതിനകത്ത് തൃപ്തിയുള്ള ആളുകളാവുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. നമുക്ക് കിട്ടിയതിനെ കുറിച്ചും മറ്റുള്ളവർക്ക് കിട്ടിയതിനെ കുറിച്ചും അങ്ങനെ ആവുമ്പോൾ നമ്മൾ നന്ദികേടുള്ള ആൾക്കാരാവില്ല. ഓരോ കുഞ്ഞു കാര്യത്തിനും നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കുന്നവരല്ലേ. സുജൂദ് ചെയ്തിട്ടും നന്ദി നാവ് കൊണ്ട് പറഞ്ഞിട്ടും പിന്നെ ഹൃദയത്തിൽ നന്ദി കാണിച്ചിട്ടും പ്രവർത്തനങ്ങളിൽ നന്ദി കാണിച്ചിട്ടും മുന്നേറുന്ന ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും കംപ്ലൈൻസും പരാതികളും ആൾക്കാരോട് കുറ്റം പറച്ചിലും എല്ലാത്തിനും എതിർപ്പും അല്ലെ, അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും സമയം കളയാതെ, എല്ലാ കാര്യത്തിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് സമയം കളയാതെ പോസിറ്റീവായിട്ട് നമ്മളെ തന്നെ മാറ്റാൻ വേണ്ടി മാറി റബ്ബിനെ തൃപ്തിയുള്ള ആളുകളാക്കാൻ വേണ്ടിയിട്ട് ഓരോ നിമിഷവും നമ്മളുടെ ഉള്ളിലുള്ള എയിം അതായിരിക്കണം നമ്മളുടെ ഗോൾ അല്ലെ. അതിനു വേണ്ടിയിട്ട് ഓടി അടുക്കുന്ന ആളുകളായി മാറും. നമ്മളുടെ സത്യം പറയണേ നമ്മളുടെ ഉറക്കം കുറയും, ഭക്ഷണം കുറയും. കാരണം ഇത്രയും നാൾ ഉറക്കവും ഭക്ഷണവും അങ്ങനെയുള്ള പല എൻജോയ്മെന്റ്സും ആയിരുന്നു നമുക്ക് മെയിൻ അല്ലേ. പക്ഷെ നമ്മളുടെ ശരിക്കുള്ള എയിം സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് സമയം തികയാതെ വരും. അപ്പൊ നമ്മൾ വേറെ പലതും കോംപ്രമൈസ് ചെയ്ത് അതിന്റെ പിന്നാലെ ഓടാൻ വേണ്ടി ശ്രമിക്കും. കാരണം ബാക്കിയുള്ള എൻജോയ്മെന്റ് ഒക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് ആവാലോ അല്ലെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അല്ലെ, ഇന്ന് വരെ ഒരാൾക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും സൗഭാഗ്യങ്ങളായിട്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ചു നേരം നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാൽ എന്താ അല്ലെ, അതിന് ഒരുപാട് പ്രതിഫലം അള്ളാഹിന്റെ തൃപ്തിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അള്ളാഹിന്റെ പരിപൂർണമായ തൃപ്തി നൽകിയിട്ട് അള്ളാഹു നമ്മളിൽ തൃപ്തി അടഞ്ഞതിന് ശേഷം അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തമായ രീതിയിൽ മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മളുടെ കുടുംബങ്ങളെയും നമ്മളുടെ എന്താ പറയാ സുഹൃത്തുക്കളെയും നമ്മളുടെ മക്കളെയും നമ്മളുടെ വരുന്ന തലമുറകളെയും ഒക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൽ പല സ്റ്റേജിൽ നമ്മളെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അത് അവർ വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ അല്ലെ, പലരും നമ്മളെ ഓരോ സ്റ്റേജിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യാം. അവർക്കൊക്കെ ഹിദായത്തിന് വേണ്ടിയിട്ട് അവരും അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് അല്ലെ. കാരണം അവര് ചിലർ ചെയ്ത മോശം കാര്യങ്ങളായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. അവരെ നമ്മളെ വിഷമിപ്പിച്ചതായിരിക്കും നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമായിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അവരൊക്കെ നമ്മളെ ജീവിതത്തിന് വേണ്ടി അള്ളാഹു സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആൾക്കാരാ. സുബ്ഹാനല്ലാഹ് അല്ലെ. അവര് ചെയ്ത തിന്മകളായിരിക്കും ചിലപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നന്മകളായിട്ട് മാറിയിട്ടുണ്ടാവുക, നമുക്കൊരു ചേഞ്ചിന് കാരണമായിട്ടുണ്ടാവുക. എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആ ചെയ്യുക, എല്ലാവർക്കും ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുക. കാരണം അള്ളാഹുവിന്റെ ആ അദാബുൻ അലീം എന്ന് പറയുന്ന ആ നരകത്തിന്റെ തീ ഒരു നിമിഷം പോലും തൊടുന്നത് പോലും ഒരാൾക്കും അത്ര എളുപ്പമുള്ള കാര്യമാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه.
اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.